എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് പിന്നെയും നിങ്ങളെ ക്ഷണിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 1, 2, 3, 4, 5 അധ്യായങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. 5-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടും യേശുവിൻ്റെ പൗരോഹിത്യം, അഹരോന്യ പൗരോഹിത്യം, പഴയ നിയമ പൗരോഹിത്യം, പുതിയ നിയമ പൗരോഹിത്യം എന്ന വിഷയമാണ് വിശദീകരിക്കുന്നതെന്ന് ഞാൻ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞുവല്ലോ. 5-ാം അധ്യായത്തിൽ നിന്ന് സംസാരിക്കുന്ന 2-ാമത്തെ ആലോചനയാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഇന്ന് രാവിലത്തെ സെഷനിൽ സംസാരിച്ചത് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണെങ്കിൽ, ഈ 2-ാമത്തെ സെഷനിൽ നമ്മൾ സംസാരിക്കുന്നത് 5 മുതൽ കീഴ്പോട്ടുള്ള വാക്യങ്ങളാണ്. ഈ അധ്യായത്തിൽ 3 തിരിവുകളാണുള്ളത്. 1, അഹരോന്യ പൗരോഹിത്യത്തിൻ്റെ ബലഹീനത. 2, യേശുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത. 3, ഈ എബ്രായ ലേഖനത്തിൻ്റെ വായനക്കാരുടെ ഇമ്മെച്യൂരിറ്റി, അവരുടെ വളർച്ചയില്ലായ്മയെ പോയിൻ്റ് ഔട്ട് ചെയ്യുക, അവരുടെ വളർച്ചയില്ലായ്മയുടെ കാരണത്തെ കണ്ടെത്തുക. വളർച്ച ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് കാര്യവും കൂടെ പറയാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞ് എബ്രായ ലേഖനകാരൻ പോകുന്നു. അപ്പോൾ ഈ 5-ാം അധ്യായത്തെ 3ആയിട്ട് തരം തിരിച്ചോണം. 1, അഹരോന്യ പൗരോഹിത്യത്തിൻ്റെ ബലഹീനത. 2, യേശുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത. 3, എബ്രായ ക്രിസ്ത്യാനികളുടെ ഇമ്മെച്യൂരിറ്റി അഥവാ യേശു ക്രിസ്തുവിലുള്ള വളർച്ചയില്ലായ്മ. ഇന്ന് നമ്മൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് യേശുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത എന്ന വിഷയമാണ്. ഇതിനു മുമ്പ് സംസാരിച്ചത് അഹരോന്യ പൗരോഹിത്യത്തിൻ്റെ ബലഹീനത എന്നുള്ളതായിരുന്നു. ഇന്ന് ആദ്യമായിട്ട് 5-ാം അധ്യായം കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ ആദ്യത്തെ വാക്യം വേണമെങ്കിൽ ഒന്ന് വായിക്കാം. 5-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഏത് മഹാപുരോഹിതനും മനുഷ്യരുടെ ഇടയിൽ നിന്നെടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിക്കുവാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നവനാകുന്നു. താനും ബലഹീനത പൂണ്ടവനാകയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റി പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം. അപ്പം അഹരോന്യ പൗരോഹിത്യത്തിൻ്റെ കോട്ടത്തെ, അല്ലെങ്കിൽ അഹരോന്യ പൗരോഹിത്യം പോരാ, യേശുക്രിസ്തുവിലുള്ള നിത്യ പൗരോഹിത്യം എന്തുകൊണ്ട് വരേണ്ടിയിരിക്കുന്നു എന്നുള്ളത് അവതരിപ്പിക്കുമ്പം പഴയ നിയമ പൗരോഹിത്യം മനുഷ്യനെ പെർഫെക്ഷനിലേക്ക് നയിച്ചില്ല, പരിപൂർണനാക്കിയില്ല എന്ന വിശേഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് 6 പ്രധാന ചിന്തകളാണ് 5 വാക്യത്തിനകത്ത് അദ്ദേഹം എബ്രായ ലേഖനകാരൻ പറഞ്ഞത്. 1, പഴയ നിയമത്തിലെ പുരോഹിതനും പാപയാഗം അർപ്പിക്കേണ്ടിയവനായിരുന്നു, തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനായിരുന്നു എന്ന് പറഞ്ഞാൽ പാപം കൂടാത്തവനല്ലായിരുന്നു പഴയ നിയമത്തിലെ പുരോഹിതനും. താനും ബലഹീനത പൂണ്ടവനായിരുന്നു, ബലഹീനതയ്ക്കകത്ത് കിടന്നവനായിരുന്നു. അതുകൊണ്ട് തന്നെ ജനത്തിനു വേണ്ടി അർപ്പിക്കുന്ന പോലെ തന്നെ തനിക്ക് വേണ്ടി അർപ്പിക്കേണ്ടിയ ആവശ്യകത ഉള്ളവനായിരുന്നു. മനുഷ്യനോട് സഹതാപം കാണിക്കാൻ കഴിയുമെങ്കിലും മനുഷ്യനെ രക്ഷിക്കാൻ കഴിയാത്തവനായിരുന്നു. ബലഹീനനായ മനുഷ്യൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മധ്യത്തിൽ ദൈവം നിർത്തിയ കൂട്ടരായിരുന്നു പുരോഹിതന്മാർ. പഴയ നിയമത്തിൽ ഇങ്ങനെ നിർത്തിയ പുരോഹിതന്മാരുടെ അടുക്കലായിരുന്നു ബലഹീനരായ മനുഷ്യന്മാർ വന്നുകൊണ്ടിരുന്നത്. ഈ പുരോഹിതന്മാരായിരുന്നു, പുരോഹിതൻ എന്ന് പറയുമ്പോഴേ ഒരു പിക്ചർ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെയാണ് വരേണ്ടത്. ഒരു കൈ ദൈവത്തിന് കൊടുത്തിരിക്കുന്നു, മറുകൈ ജനത്തിന് കൊടുത്തിരിക്കുന്നു. ദൈവത്തിനും മധ്യത്തിൽ നിന്ന് ദൈവകാര്യത്തിൽ മനുഷ്യന് വേണ്ടി നിയമിക്കപ്പെട്ട ആളാണ് പുരോഹിതൻ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ദൈവകാര്യത്തിൽ മനുഷ്യന് വേണ്ടി നിയമിക്കപ്പെട്ട ആളാണ് പുരോഹിതൻ. പുരോഹിതൻ്റെ വലങ്കരം ദൈവത്തിൻ്റെ കയ്യിലാണെങ്കിൽ പുരോഹിതൻ്റെ ഇടങ്കരം മനുഷ്യരുടെ കയ്യിലാണ്. ബലഹീനരായ മനുഷ്യരെ ബലവാനായ ദൈവത്തിൻ്റെക്ക് കണക്ട് ചെയ്യുവാൻ നടുവിൽ നിന്ന ഫാക്ടറായിരുന്നു പഴയ നിയമത്തിൽ പുരോഹിതൻ. ഇങ്ങനെ നിന്ന പുരോഹിതൻ അഹരോന്യ പൗരോഹിത്യത്തിൻ്റെ ബലഹീനതയാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് യേശുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത ഇവിടെ വിശേഷിപ്പിക്കുകയാണ്. നിങ്ങൾ ആരും അഹരോന്യ പൗരോഹിത്യത്തിൻ്റെ കീഴിലുള്ളവരല്ല, അത് മനസ്സിലാക്കണമേ. അഹരോന്യ പൗരോഹിത്യം യോഹന്നാനെയും കൊണ്ട് അവസാനിച്ചതാണ്. യോഹന്നാന് ശേഷം അഹരോന്യ പൗരോഹിത്യമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഇത് പറയുന്നത്? ഇവർ ആ പൗരോഹിത്യത്തിൻ്റെ കീഴിലുള്ളവരാണ്. ഇവരാരാണ്? എബ്രായ ക്രിസ്ത്യാനികളാണ്. എബ്രായർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾക്കറിയാം. നദി കടന്ന് ദൈവത്തിൻ്റെ കൂടെ യാത്ര തിരിച്ചവരെന്ന ആശയത്തിലാണ് എബ്രായ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. എന്താ പറയുന്നതിൻ്റെ ആശയം? ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെയാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിന് ദൈവം കൊടുത്ത ദൈവത്തിൻ്റെ 1-ാമത്തെ പുരോഹിതൻ എന്ന് ന്യായപ്രമാണ കാലഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് അഹരോൻ എന്ന പുരോഹിതനാണ്. ആ പുരോഹിതൻ്റെ കാര്യം ഇവിടെ എടുത്തിട്ട് പറയുന്നു. യേശു എന്ന പുരോഹിതൻ്റെ ശ്രേഷ്ഠത, അഹരോൻ എന്ന പുരോഹിതൻ്റെ കൊള്ളരുതായ്മ എന്നുള്ളത് ബലഹീനത,
യേശു എന്ന പുരോഹിതൻ്റെ ശ്രേഷ്ഠത, അഹരോൻ എന്ന പുരോഹിതൻ്റെ ബലഹീനത, ഇതാണ് വിശദീകരിക്കുന്നത്. അപ്പം തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനായിരുന്നു അഹരോൻ എന്ന പുരോഹിതൻ. ഇനി ഞാനത് പകൽ വിശദീകരിച്ചതാണ്, ഇനി അതിന് ഒത്തിരി വിശദീകരണം അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. മനുഷ്യരുടെ ഇടയിൽ നിന്നെടുത്തായിരുന്നു അഹരോൻ എന്ന പുരോഹിതൻ. വഴിപാടും യാഗവും പാപയാഗങ്ങളും അർപ്പിക്കാൻ വേണ്ടി ദൈവകാര്യത്തിൽ നിയമിക്കപ്പെട്ടവനായിരുന്നു അഹരോൻ എന്ന പുരോഹിതൻ, നിയമിക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ യേശു എന്ന പുരോഹിതൻ ദൈവകാര്യത്തിൽ മനുഷ്യന് വേണ്ടി നിയമിക്കപ്പെട്ടവനല്ല, ദൈവകാര്യത്തിൽ മനുഷ്യന് വേണ്ടി നിയമിക്കുവാൻ ശക്തിയുള്ളവനാണ്. നിയമിക്കപ്പെട്ടവനും നിയമിച്ചവനും. ഞാൻ ആ വിശേഷണത്തെ പകൽ പറഞ്ഞതാണ്. ഇനി യേശുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത എന്താണ് എന്നുള്ളതാണ് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്ത് നിന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. 5 മുതലുള്ള വാക്യങ്ങൾ ഒന്നുകൂടെ വായിച്ചാട്ടെ. അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതാണ് ഈ പൗരോഹിത്യം. യേശുവിന്റെ പൗരോഹിത്യം യേശു സ്വതവേ എടുത്തതല്ല, മനുഷ്യരെല്ലാവരും കൂടെ കൂടി തെരഞ്ഞെടുത്തതല്ല. യേശുവിന്റെ പൗരോഹിത്യത്തെ, യേശുവിൻ്റെ പൗരോഹിത്യം സ്വതവേ എടുത്തതല്ല. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവൻ അവന് കൊടുത്തതാണ്. ആരാണ്? നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അരുൾ ചെയ്തവൻ പിതാവായ ദൈവമാണ്. അപ്പം പിതാവായ ദൈവം നിയമിച്ച പുരോഹിതനാണ് യേശു ക്രിസ്തു. ഇതാണ് യേശുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത. മനുഷ്യരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്തതല്ല. ഞാൻ ആദ്യം അത് വിശദീകരിച്ചും പറഞ്ഞു. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് പുരോഹിതനും, മേളത്തെ വാക്യം ഒന്ന് വായിച്ചോ. മനുഷ്യരുടെ ഇടയിൽ നിന്ന്, ഒന്നാം വാക്യം മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത്. അപ്പൊ അഹരോൻ എന്ന പുരോഹിതന്റെ പൗരോഹിത്യത്തെ ഇവിടെ പറയുന്നത് എന്താ? മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുത്തതാ. എന്നിട്ട് യേശുവിന്റെ പൗരോഹിത്യം പറയുക ഇത് മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുത്തതല്ല. പിന്നെയോ നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പുത്രനെ നോക്കി പറഞ്ഞ ആള് കൊടുത്തതാ. പുത്രനെ നോക്കി ഇത് പറഞ്ഞത് ആരാന്നറിയോ? പിതാവായ ദൈവം. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. അപ്പം യേശുവിന്റെ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത ഭൂമിയിൽ നിന്ന് ആരംഭിച്ചതല്ല. അഹരോന്യ പൗരോഹിത്യം ഭൂമിയിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടതും ഭൂമിയിലെ തെരഞ്ഞെടുപ്പിൽ വന്നതാണ്. എന്നാൽ സ്വർഗീയ പൗരോഹിത്യമാകുന്ന യേശുവിന്റെ നിത്യപൗരോഹിത്യം, ഹല്ലേലൂയ, അഹരോന്യ പൗരോഹിത്യത്തിന്റെ അവസാനവും യേശുവിന്റെ നിത്യപൗരോഹിത്യത്തിന്റെ ആരംഭവുമാണ് യേശുക്രിസ്തുവിൽ വന്നത്. യേശുവിൽ പൗരോഹിത്യം ഇല്ല എന്ന് ചിന്തിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമുണ്ട്. ദാറ്റ് ഈസ് റോങ്. യേശുവിൽ പൗരോഹിത്യമുണ്ട്. യേശുവിലുള്ള പൗരോഹിത്യത്തിലാണ് നാം നിത്യ പൗരോഹിത്യത്തിന്റെ കീഴിലാകുന്നത്. ഹല്ലേലൂയ. യേശുവിലുള്ള പൗരോഹിത്യത്തിലാണ് നിങ്ങളും ഞാനും രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവും വിശുദ്ധ വംശവും പ്രിയ മക്കളുമായി മാറുന്നത്. കരങ്ങളെ അടിച്ചുകൊണ്ട് ഒന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ഓക്കെ, ഇനി ഈ വിഷയത്തിലേക്ക് ഒന്നുകൂടെ നമുക്ക് ഇറങ്ങാം. അപ്പം യേശുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠതയാണ് 5 മുതലുള്ള വാക്യങ്ങൾ വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ ശ്രേഷ്ഠത, ഇത് മനുഷ്യരുടെ നിന്ന് എടുത്തതല്ല. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്ന് അരുളി ചെയ്ത പിതാവ് പുത്രന് കൊടുത്തതായിരുന്നു ഈ പൗരോഹിത്യം എന്ന് പറഞ്ഞ ഈ പൗരോഹിത്യം എർത്തിലി അല്ല, ഹെവൻലി ആണ്. ഈ പൗരോഹിത്യം ഭൗമികമല്ല, സ്വർഗീയമാണ്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഓക്കെ, ഇനി ഇത് ഏത് ക്രമപ്രകാരമുള്ള പൗരോഹിത്യമായിരുന്നു? ഏത് ക്രമപ്രകാരമുള്ള പൗരോഹിത്യമായിരുന്നു? 6-ാം വാക്യം നോക്കി. 6-ാമത്തെ വാക്യം. അങ്ങനെ മറ്റൊരിടത്ത് നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു മഹാപുരോഹിതൻ എന്ന് പറയുന്നു. അവിടെ 3 പദത്തിന് അടിവര ഇടേണ്ടതുണ്ട്. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും, ഒന്ന് എംഫസൈസ് ചെയ്ത് വായിച്ചത്. നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ. ഇങ്ങനെ ഒരു പുരോഹിതൻ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഏത് പുരോഹിതനെ നിങ്ങൾ പഠിച്ചു നോക്കിക്കോ, ഒരു ടൈം കഴിഞ്ഞില്ല. ഒരു സമയം കഴിയുമ്പോൾ പിന്തുടർച്ചക്കാരെ അപ്പോയിന്റ് ചെയ്തിട്ട് അവർ കാലയവനികയിൽ മറയും. പിന്തുടർച്ചക്കാരെ സ്വസ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ച് കാലയവനികയിൽ മറയാത്ത ഒരു പുരോഹിതനും ഇന്നുവരെ ഉണ്ടായിട്ടില്ല.
എന്നാൽ ഇവിടെ ഇതാ ഒരു പുരോഹിതനെ വചനം പരിചയപ്പെടുത്തുന്നു, എന്നേക്കും പുരോഹിതൻ. വായിച്ചോ, വാക്കൊന്നുള്ളത് വായിച്ചു. അങ്ങനെ മറ്റൊരിടത്ത് നീ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ. എന്നോട് ചേർന്ന് അക്കാരം ഉയർത്തി എന്ന് പറഞ്ഞു, എന്നേക്കും പുരോഹിതൻ. യേശു എന്നേക്കും പുരോഹിതൻ. യേശു എന്നേക്കും പുരോഹിതൻ. ഈ പുരോഹിതൻ ഇന്ന് എവിടെ ഇരിക്കുന്നതെന്ന് അറിയുമ്പോഴാണ് ഈ എന്നേക്കുമുള്ള പൗരോഹിത്യത്തിന്റെ ആഴവും അർത്ഥവും മനസ്സിലാക്കുന്നത്. ഈ പുരോഹിതൻ ഇന്ന് ഇരിക്കുന്നത് എവിടെയാണ്? ഈ പുരോഹിതൻ ഇന്ന് ഇരിക്കുന്നത് ദൈവത്തിന്റെ അടുക്കലാണ്. ദൈവത്തിന്റെ അടുക്കൽ ഒരു കാലത്തേക്ക് ഇരുന്നാൽ ആ കാലത്തിൽ അടുക്കുന്നവർക്ക് മാത്രമല്ല രക്ഷയുള്ളൂ. ദൈവത്തിന്റെ അടുക്കൽ ഒരു കാലത്തേക്ക് ഇരുന്നാൽ ആ കാലത്തിൽ അടുക്കുന്നവർക്ക് മാത്രമല്ല രക്ഷയുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ അടുക്കൽ എന്നേക്കും ഈ പുരോഹിതൻ ഇരുന്നാൽ അതിന്റെ അർത്ഥം എന്നാ? ഏത് കാലത്തും ദൈവത്തിന്റെ അടുക്കലേക്ക് അടുക്കുന്നവരെ സഹായിക്കാൻ ഈ പുരോഹിതന് കഴിയും. കാരണം പുരോഹിതൻ കാലം മാറി കാലം വെച്ച് കോലം മാറുന്ന ആളല്ല. പുരോഹിതൻ എന്നേക്കുമുള്ള പുരോഹിതനാണ്. കരമടിച്ചുകൊണ്ട് ഒന്ന് യേശുവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ പൗരോഹിത്യം, യേശുവിൽ പൗരോഹിത്യം, പുതിയ നിയമത്തിൽ പൗരോഹിത്യം ഇല്ല. ചുമ്മാ പറയരുത്. പുതിയ നിയമത്തിൽ പൗരോഹിത്യം ഉണ്ട്. പുതിയ നിയമത്തിലെ പൗരോഹിത്യം യേശുവിൻ്റെ പൗരോഹിത്യമാണ്. ആ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠതയാണ് ഞാനിവിടെ പറയുന്നത്. ഒന്ന്, അത് മനുഷ്യരുടെ ഇടയിൽ നിന്നെടുത്ത പൗരോഹിത്യമല്ല. രണ്ട്, ഒരു കാലത്തേക്കുള്ള പൗരോഹിത്യമല്ല. പിന്നെ ആരാ? നിത്യകാലത്തേക്ക് എന്നേക്കുമുള്ള പൗരോഹിത്യം. വായിച്ചോ വാക്ക്. നീ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയും. ഈ മൽക്കിസദേക്ക് എന്ന് കേൾക്കുമ്പോൾ ആ പേരൊരു രസമുണ്ട് കേൾക്കാനല്ലേ, മൽക്കിസദേക്ക്. അത് ഈ രണ്ട് പദത്തിൻ്റെ കൂടിച്ചേർച്ച തന്നെയാണ്. മൽക്കി എന്നും സദേക്ക് എന്നുള്ളതിന് രണ്ട് പദത്തിൻ്റെ കൂടിച്ചേർച്ചയാണ്. അവിടെ ഈ മൽക്കിസദേക്ക് ആരായിരുന്നു, എന്തിനാണ് ഈ മൽക്കിസദേക്കിന് ഇവിടെ കൊണ്ടുവരുന്നത്? നിങ്ങൾക്കും എനിക്കും തൃശ്ശൂരുകാർക്ക് ഇത് മനസ്സിലാകുകയില്ല. പക്ഷേ എബ്രായ ലേഖനം കേൾക്കുന്നവർക്ക് നല്ലതായിട്ട് അറിയാം. എന്തുകൊണ്ടാണെന്നറിയോ? ഇവരുടെ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ജീനിയോളജി അഥവാ വംശാവലി. വംശാവലി തപ്പിപ്പോകുമ്പോൾ ഒരുത്തന് ആരംഭവും ഇല്ല അവസാനവും ഇല്ല എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട റെക്കോർഡിൽ, എഴുതപ്പെട്ട ലിഖിത രേഖകളിൽ ആരംഭവും അവസാനവും ഇല്ലാത്ത ഒരാൾ നിപ്പുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ജീവാരംഭവും ജീവാവസാനവും രേഖപ്പെടുത്താത്ത, ആ പദത്തിന് അടിവരയിട്ടാണ് രേഖപ്പെടുത്താത്ത ഒരാൾ നിപ്പുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഈ ആള് എല്ലാവരുടെയും മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് ആ കാലഘട്ടത്തിൽ നിന്നിരുന്നത്, എടാ ഇത് ആരുടെ മോനാ, ഇത് ഇയാൾ ആരെയാ ജനിപ്പിച്ചേ? അപ്പൊ ഈ ജീവാരംഭവും ജീവാവസാനവും വംശാവലി ക്രമത്തിൽ രേഖപ്പെടുത്താത്ത മൽക്കിസദേക്ക് എന്ന് പറയുന്ന ശാലോം രാജാവിന്, ശാലോം എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം, സമാധാനമാണ്. സമാധാന പ്രഭുവിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ആ ശാലോം രാജാവായ മൽക്കിസദേക്ക് എന്ന ആശയത്തെ ഇവിടെ എടുക്കുകയാണ്. ഇനി ഈ മൽക്കിസദേക്കിന്റെ കാലം ഏത് കാലഘട്ടമായിരുന്നു? അബ്രഹാമിൻ്റെ കാലഘട്ടത്തെയാണ് ഈ മൽക്കിസദേക്കിൻ്റെ കാലഘട്ടത്തോട് ഏകദേശം താരതമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവിടെ പറയുന്ന വിശേഷണം? മോശൈക കാലഘട്ടത്തിലാണ് ലിഖിത ന്യായ പ്രമാണം വരുന്നത്. എന്നാൽ അലിഖിത ന്യായ പ്രമാണം ആരംഭിച്ചത് അങ്ങ് ഏദൻ തോട്ടത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ യാഗവ്യവസ്ഥിതിയും ആരംഭിച്ചത് എപ്പോൾ ന്യായപ്രമാണം ആരംഭിച്ചോ അവിടെ തന്നെയാണ്. യാഗവ്യവസ്ഥിതി ആരംഭിച്ചത് ശരിക്കും എവിടെ മനുഷ്യന് വീഴ്ച സംഭവിച്ചോ അവിടെ തന്നെയാണ്. ശരിക്കുള്ള ന്യായപ്രമാണം ലിഖിത ന്യായപ്രമാണമല്ല, അലിഖിത ന്യായപ്രമാണം ആരംഭിച്ചത് ഏദൻ തോട്ടത്തിലാണ്. ആ ഫോളിലാണ്, വീഴ്ചയിലാണ്, പതനത്തിലാണ്. ഇനി അത് വിശദീകരിക്കുവാനായിട്ട് ഞാൻ പോകുന്നില്ല. ഒറ്റ കാര്യം ഇവിടെ നിന്നുകൊണ്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. യേശു എന്ന പുരോഹിതനെ അഹരോന്യ ക്രമത്തിലുള്ള പുരോഹിതനേ അല്ല എന്ന വിശേഷണം നൽകാൻ വേണ്ടി ഇവിടെ ജീവാരംഭവും ജീവാവസാനവും വംശാവലിയും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത പഴയ നിയമത്തിലെ പുരോഹിതനും രാജാവുമായ, അതാണ് ഏറ്റവും പ്രധാന ചിന്ത. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. പുരോഹിതനും രാജാവുമായ ഒരാളെ അവിടുന്ന് എടുത്തുകൊണ്ട് വരികയാണ്. അയാള് രണ്ട് കാര്യമായക്കൊണ്ട്, ഒന്ന് അയാൾ മഹാപുരോഹിതനുമാണ്, പുരോഹിതനുമാണ്, അപ്പം തന്നെ രാജാവുമാണ്. രാജാവും പുരോഹിതനുമായ മൽക്കിസദേക്ക് എന്ന് പറയുന്ന ജീവാരംഭവും ജീവാവസാനവും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത,
അദ്ദേഹത്തിന് ജീവാരംഭവും ജീവാവസാനവും ഇല്ലാതെ ദൈവതുല്യനായിട്ട് വന്നു എന്നുള്ള ആശയത്തിലൊന്നും അല്ല. സാധാരണ ജന്മം തന്നെ അദ്ദേഹത്തിന് സംഭവിച്ചിരുന്നത്. മൽക്കിസദേക്ക് എന്ന് പറയുന്ന ഒരു ദൈവം ആദ്യം ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ജീവാരംഭവും ജീവാവസാനവും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ യഹൂദന്റെ കൃതിയിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും കൺമുമ്പിൽ മൽക്കിസദേക്ക് ദൈവത്തിന് തുല്യനായി നിൽക്കുന്നു. ജീവാരംഭവും ജീവാവസാനവും ഇല്ലാത്ത ദൈവത്തിന് തുല്യനായി നിൽക്കുന്നു. ഇവിടെ എബ്രായ ലേഖനകാരൻ യേശുവിൻ്റെ പൗരോഹിത്യത്തെ ഇങ്ങോട്ട് കമ്പയർ ചെയ്യുക. യേശു രാജാവായിരിക്കുമ്പോൾ തന്നെ പുരോഹിതനുമാണ്, പുരോഹിതനായിരിക്കുമ്പോൾ തന്നെ രാജാവുമാണ്. മൽക്കിസദേക്കും അങ്ങനെ തന്നെയായിരുന്നു. ശാലോം രാജാവായിരുന്നു അദ്ദേഹം. ശാലോം രാജാവെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ശാലോം രാജാവായിരുന്നപ്പോൾ തന്നെ അദ്ദേഹം പുരോഹിതനുമായിരുന്നു. രാജാവും പുരോഹിതനും ചേർന്ന് പറഞ്ഞേ, രാജാവും പുരോഹിതനും. രാജകീയ പുരോഹിത വർഗം, മൂന്നോടെ ചേർത്ത് പിടിക്കുക. രാജാവും പുരോഹിതനും. ആരായിരുന്നു? മൽക്കിസദേക്ക് രാജാവും പുരോഹിതനുമായിരുന്നു. എന്നിട്ട് ഇനി ഈ വാക്യം, 6-ാമത്തെ വാക്യം നോക്കിയേ. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം അല്ലേ? മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം നീ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം 6-ാമത്തെ വാക്യം. അങ്ങനെ മറ്റൊരിടത്ത് നീ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം, നീ യേശു മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം. ഇത് ഏത് ക്രമമാ? ഈ ക്രമത്തിന് എന്തില്ല? ആരംഭവും അവസാനവും ഇല്ല. ആരംഭവും അവസാനവും ഇല്ലാത്ത ആ ക്രമത്തിൽ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ പൗരോഹിത്യം എന്ന് തുടങ്ങിയതാ? അഹരോൻ എന്ന ആദ്യ പുരോഹിതൻ ആരാചാരം നടത്തി പുരോഹിതനാക്കിയ ആളല്ല യേശു. പിന്നെയോ, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അഹരോനില്ല, പ്രപഞ്ചമില്ല. എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? ഇന്ന് ഈ കാണുന്ന അണ്ടഘടാകങ്ങളൊന്നുമില്ല. അപ്പൊ ദൈവത്തിൻ്റെ മുമ്പിൽ നിത്യപുരോഹിതനായി യേശുവിനെ ലോകാരംഭത്തിന് മുമ്പേ, കാലാരംഭത്തിന് മുമ്പേ നിത്യപൗരോഹിത്യവുമായി യേശുവിനെ പിതാവായ ദൈവം നിയമിച്ചിരുന്നു. ആ നിയമിച്ചിരുന്ന യേശുവിൻ്റെ നിത്യപൗരോഹിത്യത്തെ, എന്നേക്കുമുള്ള നിത്യപൗരോഹിത്യത്തെ സാധാരണക്കാരന് മനസ്സിലാകുന്ന അളവിൽ വിശദീകരിക്കാൻ അവരുടെ ഇടയിൽ പരിചയമുള്ള ഒരു വ്യക്തി എടുക്കുകയാണ്. ശാലോം രാജാവായ മൽക്കിസദേക്ക്. ആ മൽക്കിസദേക്കിനെ എടുത്തിട്ട് പറയുക, ഈ യേശു മൽക്കിസദേക്കിനെ പോലെ എവിടെ തുടങ്ങി എവിടെ തീർന്നു എന്നറിയാത്ത പോലെ ഇവൻ്റെ പൗരോഹിത്യത്തിന്, ഈ യേശുവിൻ്റെ പൗരോഹിത്യത്തിന്, ഈ യേശുവിൻ്റെ മധ്യസ്ഥതയ്ക്ക് ദൈവത്തിന് വേണ്ടി മനുഷ്യരുടെ ഇടയിൽ നിയമിക്കപ്പെടുന്ന യേശു എന്ന യഥാർത്ഥ പുരോഹിതൻ്റെ പൗരോഹിത്യത്തിന് അവസാനമില്ല. വായിച്ചോ വാക്ക്. മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്ന് പറയുന്നു. എന്നിട്ട് പറയുക, എന്നേക്കും പുരോഹിതൻ എന്ന ഘട്ടത്തിലേക്ക് യേശു എങ്ങനെയാ കയറിയത്? 7-ാമത്തെ വാക്യം. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ രക്ഷിപ്പാൻ. ഇവിടെ വലിയ ആശയങ്ങളുണ്ട്, അതിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ മടിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, എബ്രായ ലേഖനം 5-ാം അധ്യായം മുഴുവൻ യേശുവിന്റെ പൗരോഹിത്യം, അഹരോന്യ പഴയ നിയമ പൗരോഹിത്യം, പുതിയ നിയമ പൗരോഹിത്യം. പഴയ നിയമ പൗരോഹിത്യത്തിന്റെ വിശേഷണം 6 പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് യേശുവിന്റെ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത പറയുക. ഇത് ഏതെങ്കിലും ഒരു കാലത്തേക്കുള്ള പൗരോഹിത്യമല്ല, എന്നേക്കുമുള്ള പൗരോഹിത്യം. ചേർന്ന് പറഞ്ഞാട്ടെ, എന്നേക്കുമുള്ള നിത്യ പൗരോഹിത്യം. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള നിത്യപുരോഹിതനായ യേശു. യേശുവിൻ്റെ പൗരോഹിത്യം, യേശുവിൽ പൗരോഹിത്യം ഇല്ലെന്നല്ല, യേശുവിൽ ആ യഥാർത്ഥ പൗരോഹിത്യം ഉള്ളത്. യഥാർത്ഥ പൗരോഹിത്യം യേശുവിലുണ്ടെങ്കിൽ ആ യേശുവിലുള്ള പൗരോഹിത്യം കുറച്ചു കാലത്തേക്കല്ല, സദാകാലത്തേക്കുമാണ്. അങ്ങനെയുള്ള പുരോഹിതന് മാത്രമേ സദാകാലത്തേക്കും രക്ഷ വരുത്തുവാൻ കഴിയുകയുള്ളൂ. സദാകാലത്തേക്കും പുരോഹിതനാകാത്ത ഒരാൾക്കും സദാകാലത്തുമുള്ള മനുഷ്യരെ രക്ഷിക്കാൻ കഴിയുകയില്ല. എന്നാൽ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ വിഷയത്തിന് വിശദീകരണം പിന്നെയും കൊടുക്കുന്നുണ്ട്. യേശു ക്രിസ്തു താൻ ശരീരത്തിൽ കഴിച്ച ഏകയാഗത്താൽ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. കരങ്ങൾ അടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. യേശു ക്രിസ്തു താൻ ശരീരത്തിൽ കഴിച്ച ഏകയാഗത്താൽ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തണമെങ്കിൽ യേശു ക്രിസ്തു എന്ന പുരോഹിതൻ ഒരു കാലത്തേക്കുണ്ടായാൽ പോരാ, സദാകാലത്തേക്കുണ്ടാകണം. അഹരോൻ എന്ന പുരോഹിതൻ ഒരു കാലത്തേക്കുണ്ടായി, ശേഷം തന്റെ സന്തതി പരമ്പരകൾ ഓരോരുത്തരായി കാലം തിരിച്ച് കാലത്തിൽ വാണുവെങ്കിൽ ഇവിടെ ഇതാ കാലത്തിന് അതീതനായവൻ. ഹല്ലേലൂയ. കാലത്തിന് മേളിലുള്ളവൻ, ആരംഭവും അവസാനവും ആർക്കും കാണിക്കാൻ കഴിയാത്തവൻ. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പിതാവിനല്ലാതെ വേറെ ആർക്കും എവിടെയായി പുരോഹിതൻ ആരംഭിച്ചു എന്ന് പറയാൻ കഴിയാതെ, ആ നിത്യ പുരോഹിതനായ യേശു, രാജാവും പുരോഹിതനുമായിരുന്ന മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ആ രീതി, ഇൻ ദാറ്റ് മാനർ,
ഇൻ ദ സെയിം മാനർ. ഏതിൻ്റെ? മൽക്കിസദേക്കിന്റെ സെയിം മാനർ. ഹി വാസ് എ കിങ്, അറ്റ് ദ സെയിം ടൈം ഹി വാസ് എ പ്രീസ്റ്റ്. പ്രീസ്റ്റുമായിരുന്നു, കിങ്ങുമായിരുന്നു. സെയിം മാനർ ജീസസും യേശുവും എന്നേക്കും. വായിച്ചോ. മറ്റൊരിടത്ത് മൽക്കിസദേക്കിന്റെ ക്രമക്കാരെ എന്നേക്കും പുരോഹിതൻ എന്ന് പറയുന്നു. 7-ാമത്തെ വാക്യം നോക്കുക. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവരോട്. യേശു എന്ന പുരോഹിതന്റെ സ്വർഗീയ ശ്രേഷ്ഠതകളാണ് രണ്ടെണ്ണം ആദ്യം വിശദീകരിച്ചത്. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാണ്. അതുപോലെ തന്നെ മേളി പറഞ്ഞു കഴിഞ്ഞു, ഇത് ഈ പൗരോഹിത്യം മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുത്തതല്ല. അഹരോന്യ പൗരോഹിത്യം 1-ാം വാക്യത്തിൽ വിശദീകരിച്ചപ്പോഴേ പറഞ്ഞു മനുഷ്യരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്തതാ. യേശുവിന്റെ പൗരോഹിത്യം 5-ാം വാക്യത്തിൽ വിശദീകരിച്ചും പറഞ്ഞു നീ എൻ്റെ പുത്രൻ, നീ അന്നിനെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവൻ ഇവന് കൊടുത്തതാണ്, ഇവിടുത്തെ ആരും തിരഞ്ഞെടുത്ത് കൊടുത്തതല്ല. 2-ാമത് വിശദീകരിച്ചും പറഞ്ഞു യേശുവിന്റെ പൗരോഹിത്യം നിത്യപൗരോഹിത്യമാണ്. ഇനി ഇത് രണ്ടും സ്വർഗീയ ആണെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാനുള്ള പുത്രൻ എന്ന നിത്യപുരോഹിതന്റെ യോഗ്യതയാണെങ്കിൽ, ഒന്നുകൂടെ പറയാം, യേശു എന്ന നിത്യപുരോഹിതന് ദൈവമുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയുള്ളവനാക്കി തന്നെ തീർത്തത് ഇവ രണ്ടുമാണ്. എന്താണ്? നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അരുൾ ചെയ്തവൻ കൊടുത്ത പൗരോഹിത്യമാണിത്. 2, എന്നേക്കും പുരോഹിതനാണ്. ഇത് രണ്ടും ആ ദൈവത്തിന് മുമ്പിൽ. ഇനി മനുഷ്യരുടെ മുമ്പിൽ നിൽക്കാൻ ഈ പുരോഹിതനെ യോഗ്യനാക്കിയത് എന്താണ്? ക്രിസ്തു. വായിച്ചോ വാക്ക്. ക്രിസ്തു തന്നെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവനെ ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും. ആദ്യം വിശദീകരിച്ചത് മുഴുവൻ യേശു എന്ന പുരോഹിതന്റെ അപരിമിതിയാണെങ്കിൽ, 2-ാമത് മനുഷ്യനായി തീർന്ന, മനുഷ്യന്റെ വേദന അറിയാൻ കഴിഞ്ഞിരുന്ന ആ യേശുവിൻ്റെ പരിമിതിയെയാണ് 2-ാമത് വിശദീകരിക്കുന്നത്. 5ഉം 6ഉം വാക്യങ്ങൾ യേശുവിൻ്റെ അപരിമിതമായ യേശുവിൻ്റെ അവസ്ഥയെങ്കിൽ, 7-ാമത്തെ വാക്യം പരിമിതനായ യേശുവിനെയാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ പരിമിതൻ, ദൈവം അപരിമിതൻ? ദൈവത്തിന് മുമ്പിൽ നിൽക്കുകയും വേണം, മനുഷ്യന് മുമ്പിൽ നിൽക്കുകയും വേണം. വലങ്കരം ദൈവത്തിനും ഇടങ്കരം മനുഷ്യനും കൊടുക്കുവാൻ കഴിയണമെങ്കിൽ ദൈവത്തെ പോലെ ശ്രേഷ്ഠനും മനുഷ്യനെ പോലെ ബലഹീനത അറിഞ്ഞവനുമായിരിക്കണം. മനുഷ്യനെ പോലെ ബലഹീനത അറിഞ്ഞവനായിരുന്നു യേശു. ക്രിസ്തുവും വായിച്ചു, ക്രിസ്തുവും മഹാപുരോഹിതൻ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ ഐഹിക ജീവിതം എന്ന് പറഞ്ഞ ഈഹ ലോകത്തിലെ തൻ്റെ ജീവിതം. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തുവും വായിച്ചോ. ക്രിസ്തുവും തന്റെ ഐഹിക ജീവകാലത്ത്, ഇഹലോക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനെ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്ക്. മരണത്തിന്റെ മേൽ അധികാരിയായ ദൈവം, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തോടൊപ്പം പഴക്കമുള്ള സാക്ഷാൽ ദൈവമായ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽപ്പാൻ യോഗ്യനായ പുരോഹിതനായ യേശു എന്ന ആദ്യ വാക്കിൽ വിശദീകരണം നൽകിയിട്ട് എന്നേക്കും പുരോഹിതനെന്ന് 2-ാം വാക്കിൽ വിശദീകരണം നൽകിയിട്ട് ഇവിടെ ഇതാ 3-ാം വാക്യത്തിൽ താഴേക്ക് കൊണ്ടുവരുന്നു. ഐഹിക ജീവകാലത്ത്, ഇഹലോകത്തിലെ ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവനാരായിരുന്നു? പിതാവായ ദൈവമായിരുന്നു. തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന പിതാവായ ദൈവത്തോട് ഉറച്ച നിലവിളിയോടെ കണ്ണുനീരോടും ഒന്ന് നോക്കിയ അവസ്ഥയൊക്കെ ഒന്ന് കണ്ടേ. മരണത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ഉറച്ച നിലവിളിയോടെ, കണ്ണീരോടെ, അപേക്ഷയും അഭയയാചനയും. ഒന്ന് നോക്കിയേ. ഉറച്ച നിലവിളി, കണ്ണീര്, അപേക്ഷ, അഭയയാചന. താഴേക്ക് വായിച്ചു. ഉത്തരം ലഭിക്കുകയും ചെയ്തു. അഭയയാചനയോടും കൂടെ അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. മേളിൽ അപരിമിതനായ ദൈവം, എന്നേക്കും പുരോഹിതനായ യേശു. ഇതാ താഴേക്ക് വരുമ്പം ഒന്നും കാണാനില്ല. അഹരോന്റെ ക്രമപ്രകാരം, മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായ യേശു എന്ന വിശേഷണം മേളിക്കൊടുത്തിട്ട് താഴേക്ക് വരുമ്പോൾ താഴോട്ട് കൊണ്ടുവരിക. ഭയഭക്തി, ബലഹീനത, വായിച്ചില്ലേ നിങ്ങൾ? കണ്ണുനീര്. വായിച്ചു. ക്രിസ്തു തന്റെ ഇഹലോകത്തിലെ ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളി. ഞാൻ എണ്ണ വിട്ട് തന്നെ പറയാം. ഉറച്ച നിലവിളി, കണ്ണുനീരോടും കൂടെ, കണ്ണീര്,
അപേക്ഷയും അപേക്ഷ, അഭയാചന, ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. നോക്കിയേ, 4 കാര്യം ഇവിടെ പറയാ. കണ്ണുനീരോടെ, അഭയാചന കഴിച്ച്, അപേക്ഷിച്ച്. ഇതൊന്നും അല്ലല്ലോ മേളത്തെ വാക്യത്തിൽ കണ്ടത്. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തവൻ കൊടുത്ത പൗരോഹിത്യത്തിൽ നിത്യ പുരോഹിതനായ യേശുവേ, അഹരോന്യ ക്രമപ്രകാരമല്ല, മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം നിത്യ പുരോഹിതനായി തീർന്ന കർത്താവേ, താഴേക്ക് വരുമ്പോ എന്താ ഐഹിക ജീവകാലത്ത് അവിടുന്ന് നിലവിളിച്ചെന്നോ, അവിടുന്ന് മരണത്തിൽ നിന്നൊന്ന് രക്ഷിക്കണേന്ന് പിതാവിനോട് പറഞ്ഞു എന്നോ ഒക്കെ പറയുന്നത് എന്താ? ഇവിടെയാണ് യഥാർത്ഥ പുരോഹിതന്റെ ആ പിക്ചർ മനസ്സിലാകേണ്ടത്. റിയൽ പ്രീസ്റ്റ്, യഥാർത്ഥ പുരോഹിതന്റെ ആ കാഴ്ചപ്പാട് ഇവിടെയാണ് വരേണ്ടിയത്. ശ്രദ്ധിച്ച് കേൾക്കുക. പുരോഹിതൻ ഒരു മുഖത്തിൽ ദൈവതുല്യനാണ്, പുരോഹിതൻ മറുമുഖത്തിൽ മനുഷ്യതുല്യനാണ്. ആദ്യത്തേത് ഡിവൈൻ ഫേസ് ആകേണ്ടത്, രണ്ടാമത്തേത് ഹ്യൂമൻ ഫേസ് ആകേണ്ടത്. എത്ര പേർക്ക് മനസ്സിലായി? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആൾട്ടറിന് മുമ്പിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിതന്റെ ഒരു ഫേസ് മനുഷ്യനും പുരോഹിതന്റെ മറു ഫേസ് ആൾട്ടറിൽ ഇറങ്ങി വരുന്ന ദൈവവും കാണുന്നു. ഇതായിരുന്നു അന്നത്തെ വ്യവസ്ഥ. ഇവിടെ നിന്നുകൊണ്ട് വേണം ഇതിനെ മനസ്സിലാക്കാൻ. പച്ചയ്ക്ക് നിൽക്കുന്ന പുരോഹിതന്റെ ഒരു ഫേസ് ഇതാ മനുഷ്യന്റെ മുമ്പിൽ വ്യക്തമാക്കുന്നു. ഐഹിക ജീവകാലത്ത് തന്നെ രക്ഷിപ്പാൻ കഴിയുന്ന പിതാവിന്റെ മുമ്പിൽ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അഭയാചനയോടും ബലഹീനതയിൽ നിലവിളിച്ച മനുഷ്യപുത്രനായ യേശു, ഇതാ ആ ഫേസ് വെളിപ്പെടുന്നു. എന്നാൽ ഡ്യുവൽ ഫേസ്, രണ്ടാമത്തെ ഫേസ് ടുവേർഡ്സ് ഗോഡ്. ഹല്ലേലൂയ. അഹരോന്യ ക്രമപ്രകാരമല്ല, മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായ യേശുക്രിസ്തു, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്ന് അരുളി ചെയ്തവനിൽ നിന്ന് ആരംഭിച്ചവൻ. ജീവാരംഭം എവിടെ, ജീവാവസാനം എവിടെയെന്ന് ആർക്കും കാണിക്കുവാൻ കഴിയാത്ത ആരംഭങ്ങളുടെ ആരംഭത്തിലുള്ളവൻ. ഹല്ലേലൂയ. എന്തിനാ ഇത് രണ്ടും വിശദീകരിക്കുന്നത്? നിലവിളിച്ചു വരുന്നവനെയും ഈ പുരോഹിതന് മനസ്സിലാകും, വിശുദ്ധനായി വരുന്നവനെയും ഈ പുരോഹിതന് മനസ്സിലാവും. പാപിയെ കർത്താവിങ്കലേക്ക് അടുപ്പിക്കാനും കഴിയും, നീതിമാനെ ദൈവഭാഗം നിർത്താനും ഈ പുരോഹിതന് കഴിയും. കാരണം ഇദ്ദേഹം ഉറച്ച നിലവിളിയോടെ ഒരു ഭാഗത്ത് നിന്നപ്പോൾ തന്നെ നിലവിളി ആവശ്യമില്ലാത്ത ദൈവതുല്യനായി, ദൈവത്തോടൊപ്പം ദൈവമായി ജീവിച്ചവനായിരുന്നു. ആ വാക്യത്തിന്റെ ആശയം എന്നെ വല്ലാതെ ഇന്ന് സന്തോഷിപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ വേണമെങ്കിൽ ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ രക്ഷിപ്പാൻ കഴിയുന്ന, 8ാമത്തെ വാക്യം അടിവരയിടാതെ നിങ്ങൾ മടങ്ങിപ്പോകരുത്. പുത്രനെങ്കിലും കണ്ടോ, പുത്രനാണെങ്കിൽ പോലും, പുത്രൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? പുത്രൻ എന്തിനാ ഇതിന്റെ ആവശ്യം? പിതാവായ ദൈവത്തോട് ഉറച്ച നിലവിളിയോടും ബലഹീനതയോടും നടുക്കത്തോടും കണ്ണുനീരോടും അഭയാചനയോടും കൂടെ പിതാവിന്റെ മുമ്പിൽ ജീവന് വേണ്ടി കേഴേണ്ട ആവശ്യം പുത്രൻ തമ്പുരാനുണ്ടോ? തന്നിൽ തന്നെ ജീവനുള്ളവന് ജീവന് വേണ്ടി കേഴേണ്ട ആവശ്യമുണ്ടോ? യാചിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നേക്കും പുരോഹിതനായി നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തവൻ അധികാരം കൊടുത്ത് എന്നേക്കും പുരോഹിതനായി ജീവാരംഭവും ജീവാവസാനവും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത മൽക്കിസദേക്കിനെ എടുത്തുകാട്ടി അതുപോലെ ഇവൻ പുരോഹിതനാണെന്ന് വിശദീകരിച്ചിട്ട് താഴെ പറയുക, ബലഹീനതയോടെ നടുക്കത്തോടെ ഭയഭക്തി നിമിത്തം കീഴ്പ്പെട്ട് നിലവിളിച്ച് ഉറച്ച നിലവിളിയോടെ നിന്നു. എന്തിനാണെന്നറിയോ? പുത്രനെങ്കിലും. വായിച്ചോ വാക്ക്, അടിവരട്ടോ, പുത്രനെങ്കിലും. 8ാം വാക്യം എബ്രായർ 5:8. പ്ലീസ് നോക്കുക വാക്ക്. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അങ്ങനെ പോലെ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിനെ പോലും ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പുരോഹിതനാക്കേണ്ടതിന് പെർഫെക്ഷനിലേക്ക് നടത്തിയ പിതാവിൻ്റെ സ്നേഹത്തെ ഒന്ന് കണ്ടാട്ടെ. ആ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. പുത്രനെങ്കിലും, പുത്രനാണെങ്കിൽ കൂടെ, പുത്രൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിൽ കൂടെ, പുത്രനാണെങ്കിൽ കൂടെ താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ, വായിച്ചോ വാക്ക്, താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പെട്ടെന്ന് വായിക്കാം, എനിക്ക് പ്രാർത്ഥിക്കാൻ. അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണബോധനായി തീർന്നു.
അനുസരണം തികഞ്ഞവനായി. എന്തിനാ? തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷയ്ക്ക് കാരണഭൂതനാകേണ്ടതിന്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ശക്തിയോടൊന്ന് കരമടിച്ചൊന്ന് യേശുവിനെ സ്തുതിച്ച്. ഓ ഹല്ലേലൂയ. 8-ാം വാക്യം നോക്ക്. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ തികഞ്ഞവനായി. എന്തിനാ? പുത്രനായിട്ടും കൂടെ താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ തികഞ്ഞവനായത്. തൊട്ട് താഴത്തെ വാക്യം 9-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചു ചെയ്യൂ. അനുസരണം പഠിച്ച് തികഞ്ഞവനായി. എന്തിന്? തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷയുടെ നിത്യരക്ഷ. ഓ, കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. 6-ാം വാക്യത്തിൽ പറഞ്ഞു യേശുവിന്റെ പൗരോഹിത്യം എന്നേക്കുമുള്ളതാ. എന്നേക്കും പൗരോഹിത്യമുള്ള, എന്നേക്കും പുരോഹിതനായ യേശു ഇതാ ഇവിടെ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു. ആ പുരോഹിത ശുശ്രൂഷ ഒരാഴ്ചത്തേക്കല്ല, ആണ്ടാണ്ട് കൂടുമ്പോ അല്ല, ഏകയാഗത്താൽ. ഓ, കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കുക. ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയ യേശു. 8-9 വാക്യം ദയവായി നിങ്ങൾ 2-3 പ്രാവശ്യം വായിക്കണേ. പുത്രനായിട്ടും കൂടെ അനുഭവിച്ച കഷ്ടങ്ങളാൽ തികഞ്ഞവനാകേണ്ടതിന് കഷ്ടത്തിലൂടെ പുത്രൻ കടന്നുപോയി. എന്തിനാ പുത്രൻ കഷ്ടത്തിലൂടെ കടന്നുപോയത്? തന്നെ അനുസരിക്കുന്നവർക്ക്. അടിവരയിട്. ആരായി തന്നെ അനുസരിക്കുന്നവർ? നിങ്ങളും ഞാനും. ഓ ഹല്ലേലൂയ. യേശുവിനെ അനുസരിക്കുന്നവർക്ക്, യേശുവിനെ അനുസരിക്കുന്നവർക്ക് ഏവർക്കും നിത്യരക്ഷയുടെ നിത്യരക്ഷ. Eternal salvation. ഓ, ഇവിടെയാണ് ഈ രക്ഷയുടെ ഭദ്രതയുടെ വിഷയം ആരംഭിക്കുന്നത്. നാളെ വിശദീകരിക്കുന്നുണ്ട് ഞാനത്. നാളെ 2-ാമത്തെ സെഷനിലേ നാളെ രാത്രിയിലേ വിശദീകരിക്കുള്ളൂ. പക്ഷേ ഇവിടെയാണ് എറ്റേണൽ സെക്യൂരിറ്റി, രക്ഷയുടെ ഭദ്രതയുടെ പഠിപ്പിൽ ഇവിടെയാണ് തുടങ്ങുന്നത്. പഠിക്കണം ഇത്. ഇവിടെയാണ് ആ വിഷയം വിശദീകരണം ആരംഭിക്കുന്നത്. നിത്യരക്ഷ. അടിവരയിട്ട് നിത്യരക്ഷ. യേശുവിലൂടെ കിട്ടിയ രക്ഷ വായിച്ചു. പുത്രനെങ്കിലും 8-ാം വാക്യം 9-ാം വാക്യോട് വായിച്ച് അവസാനിപ്പിക്കാം. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതൻ. തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതൻ, കാരണമാകേണ്ടതിന്. തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനാകേണ്ടതിന്. ഹല്ലേലൂയ. യേശു തികഞ്ഞവനായി. ഓ ഹല്ലേലൂയ. തന്നെ അനുസരിക്കുന്നവർക്ക് തികവുള്ള ഒന്ന് തരേണ്ടതിന് അവിടുന്ന് തികഞ്ഞവനായി. എത്ര പേർക്ക് മനസ്സിലായി? പൂർത്തിയുള്ള ഒന്ന് എനിക്ക് നിങ്ങൾക്ക് തരേണ്ടതിന് അവിടുന്ന് പൂർത്തി വരുത്തി. ഹല്ലേലൂയ. എത്ര പേര് കേട്ടൊന്നറിയില്ല. ഒന്നുകൂടെ ഞാനത് ആവർത്തിക്കാം. എനിക്ക് നിങ്ങൾക്ക് തികവുള്ള ഒന്ന് തരേണ്ടതിന് കുറവുള്ളവനായിരുന്ന് കുറവ് മുഴുവൻ ഏറ്റെടുത്ത് കുറവ് സഹിച്ച് കുറവ് തൻ്റെ ശരീരത്തിൽ നീക്കി, തൻ്റെ ശരീരം കൊണ്ട് കുറവുകളെ, മാനവജാതിയുടെ മുഴുവൻ കുറവുകളെ നീക്കി. ഓ, മനുഷ്യത്വത്തിൽ ഉറച്ച നിലവിളിയോടും അഭയാചനയോടും ഹല്ലേലൂയ മനുഷ്യൻ്റെ ഫേസിൽ ഇത് മുഴുവൻ യേശു സഹിച്ചു. എന്തിനാ? പുത്രനായിട്ടും കൂടെ താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ താൻ പുത്രനെങ്കിലും 8-ാം വാക്യം പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. ഓ ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, തികഞ്ഞവനായി. ഉറക്കെ പറ, യേശു തികഞ്ഞവനായി. അനുസരണം പഠിച്ച്. ഉറക്കെ പറ, കരമുയർത്തി പറ, അനുസരണം പഠിച്ച്. ആ പദത്തിനകത്തൊരു വലിയ അർത്ഥമുണ്ടോ? ഒന്ന് ചേർന്ന് പറഞ്ഞു. ഒരുപക്ഷെ അത് മനസ്സിലാകുന്നില്ലെങ്കിൽ കൂടെ നിങ്ങളുടെ ഉള്ളിലൂടെ പരിശുദ്ധാത്മാവ് തുറന്നു കാണട്ടെ. ആ പദം ഒന്ന് അധരം കൊണ്ടൊന്ന് പറഞ്ഞൊന്ന് സ്വീകരിച്ച്. അനുസരണം പഠിച്ച്. ഓ, ആ പഠിപ്പീരായിരുന്നു ക്രൂശ് നടന്നുകൊണ്ടിരുന്നത്. ഉറച്ച നിലവിളി വിളിച്ചപ്പോ ആരാ സഹായിക്കാത്തേ? സഹായഹസ്തം വേണ്ടെന്ന് വെച്ചു. ഏലായി ഏലായി ലമ്മേ സബഥാനി എന്ന ക്രൂശിന്റെ നിലവിളിയുടെ മുമ്പിൽ ആർക്കാ മുഖം തിരിക്കാൻ കഴിയുന്നത്? മുഖം തിരിച്ചു. എന്തിനാണെന്നറിയോ? അനുസരണം പഠിപ്പിക്കുകയായിരുന്നു. അനുസരണം പഠിച്ചവനായി താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ യേശു മനുഷ്യത്വത്തിൽ. ഇവിടെ ഈ വാക്യം മുഴുവൻ വിശദീകരിക്കുന്ന ദൈവത്വത്തിന്റെ വിശദീകരണമേ അല്ല. ഐഹിക ജീവകാലത്ത് തുടങ്ങിയില്ലേ 6-ാം വാക്യം? ഹലോ, എൻ്റെ കൂടെ ഒന്ന് വേഗം വന്നേ. തുടങ്ങിയില്ലേ 6-ാം വാക്യം? 7-ാം വാക്യം അല്ലേ? 7-ാം വാക്യം. ഐഹിക
ജീവകാലത്ത് തന്നെ. അപ്പൊ ഏത് കാലത്തെ കാര്യമായി പറയുന്നത്? നിത്യ പൗരോഹിത്യം നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പിതാവായ ദൈവം കൊടുത്ത നിത്യ പൗരോഹിത്യത്തിൽ തികഞ്ഞവനാകേണ്ടിയൊന്നും ആവശ്യമില്ല, തികഞ്ഞവനായിട്ടാണ് കൊടുത്തത്. എന്നാൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യനെ പോലെയായി, അനുസരണം തികഞ്ഞവനായി, ഐഹിക ജീവകാലത്ത് തന്നെ രക്ഷിപ്പാൻ കഴിവുള്ളവനോട് നിലവിളിയോടും യാചനയോടും അഭയയാചനയോടും കൂടെ നിലവിളിച്ചു. എന്നിട്ട് പറയുക, പുത്രനായിട്ടും കൂടെ താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ പുത്രൻ തികഞ്ഞവനായി. എന്തിനാ പുത്രൻ തികഞ്ഞവനായത്? തന്നിൽ വിശ്വസിക്കുന്നവരെ. അത് വായിച്ച് അവസാനിപ്പിക്കാം. വായിച്ച വാക്ക് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും. 9-ാം വാക്യം, 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം അല്ലേ? 9-ാമത്തെ വാക്യം അടിവരയിടണമേ പ്ലീസ്. 5-ാം അധ്യായത്തിന്റെ ഈ 9-ാമത്തെ വാക്യം നിങ്ങൾ അടിവരയിടണമേ. തന്നെ അനുസരിക്കുന്നവർക്ക്, ഒന്ന് പറഞ്ഞേ, തന്നെ അനുസരിക്കുന്ന ഏവർക്കും. ഹല്ലേലൂയ. ആൻഡ് ബീയിങ് മെയ്ഡ് പെർഫെക്റ്റ്, ഹി became the author of the eternal salvation unto all that obey him. അവനെ അനുസരിക്കുന്ന ഏവർക്കും. Unto all that who obey them. Obey him. യേശുവിനെ ഒബേ ചെയ്യുന്നവർക്ക് എന്ത് കിട്ടണം? That they must have. 11-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിക്കേ. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് 9-ാമത്തെ വാക്യം. And being made perfect, he became perfect for our perfection. Hallelujah. Jesus became perfect. He was perfect. No need to became perfect, but he became perfect. പരിപൂർണനായവന് പരിപൂർണനാകേണ്ട ആവശ്യമില്ല, എന്നാൽ അവിടുന്ന് പരിപൂർണനായി. എങ്ങനെ? അനുഭവിച്ച കഷ്ടങ്ങളാൽ. എന്തിനാ? That we must receive his perfection. He became perfect. English version is very good. And he made perfect. Okay. And being made perfect, he became the author. Through the perfection, he became the author. തികവിലൂടെ യേശു രക്ഷ തരാൻ വേണ്ടിയുള്ള ഓതറായി, നായകനായി. ഏത് തരാൻ? നിത്യരക്ഷ തരാൻ വേണ്ടി. കരങ്ങളെ അടിച്ചൊന്ന് യേശുവിന് മാത്രം കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. He became perfect. ജീസസ്, യേശു പരിപൂർണനായിട്ട് നിങ്ങൾക്ക് എനിക്ക് രക്ഷ തരാൻ വേണ്ടി. എൻ്റെ കർത്താവേ, ഈ നിത്യ പൗരോഹിത്യത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൽ നിങ്ങളെ പുരോഹിതന്മാരായി വിളിച്ചിരിക്കുന്നു പ്രിയരെ. ഈ പൗരോഹിത്യം കേവലം ഒരു കാലത്തേക്കല്ല, ഇതേതോ വീട്ടിൽ വന്ന ദൈവവിളിയല്ല, അഹരോന്റെ വീട്ടിൽ ഒഴികെ വേറെ ഒരു വീട്ടിലും കയറാത്ത ദൈവവിളിയല്ല, മനുഷ്യരെല്ലാവരും കൂടെ കൂടിച്ചേർന്ന് ആക്കി വെച്ച പൗരോഹിത്യമല്ലത്. യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം, നിത്യ പൗരോഹിത്യം. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തവൻ അവന് കൊടുത്ത പൗരോഹിത്യം. മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായ പൗരോഹിത്യം. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ തികഞ്ഞവനായി അനേകരെ തികവിലേക്ക് നടത്തിയ പൗരോഹിത്യം. കരമടിച്ചോ, യേശുവിന് മഹത്വം കൊടുത്തോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കമ്പാരിസനോട് നടത്തിയിട്ട് അവസാനിപ്പിക്കാം. ഒന്നിനൊന്ന് താരതമ്യപ്പെടുത്തിയിട്ട് അവസാനിപ്പിക്കാം. പഴയ നിയമത്തിലെ അഹരോന്യ പൗരോഹിത്യത്തിൻ്റെ ക്രമത്തിലുള്ള പുരോഹിതൻ എന്താ ചെയ്തതെന്ന് അറിയാമോ? കയ്യിലുള്ള വസ്തുക്കൾ കൊണ്ട് യാഗമർപ്പിക്കാൻ വേണ്ടി പുരോഹിതൻ്റെ കയ്യിലാണല്ലോ കൊണ്ട് കൊടുക്കുന്നത്. തല കുലുക്ക്, കയ്യിലാണല്ലോ കൊണ്ട് കൊടുക്കുന്നത്. കയ്യിലിങ്ങനെ കൊണ്ട കൊടുക്കുമ്പോൾ പുരോഹിതൻ അതുമായിട്ട് വാങ്ങി അകത്തേക്ക് കയറിപ്പോകും. ഈ കയറിപ്പോകുന്നത് അവിടെ കൊണ്ടേ അർപ്പിക്കും. അതല്ലാതെ ഇയാൾക്ക് റോളൊന്നുമില്ല. ഹല്ലേലൂയ. ഇയാൾക്ക് രക്ഷ വരുത്താൻ പറ്റുകയില്ല, ഇയാൾക്ക് അർപ്പിക്കാനേ പറ്റുള്ളൂ. രക്ഷ ദൈവത്തിൽ നിന്നാണ് വരണ്ടേ. ഹല്ലേലൂയ. ഒരു പുരോഹിതനും മനുഷ്യനെ രക്ഷിക്കാൻ പറ്റുകയില്ല. പുരോഹിതന് രക്ഷയുടെ വഴി പറഞ്ഞു കൊടുക്കാൻ അന്ന് പറ്റിയിരുന്നു. ഞാനെന്ത് ചെയ്യാം? ദൈവം രക്ഷിച്ചാലായി. ഇതോടെ ഞാനിത് ചെയ്യാം, നിങ്ങൾ കൊണ്ടുവന്നതിനെ ഞാൻ കൊണ്ടു കൊടുക്കാം. ഊനമുള്ളതാണോ? ദൈവം നിങ്ങളോട് ഇതൊന്നും എനിക്കറിയാം, കൊണ്ടെത്താം, ഞാൻ നിങ്ങൾ തരുന്നതിനെ ഞാൻ കൊണ്ട് കൊടുക്കാം. എന്നാ നിങ്ങൾ തന്നാലും ഞാൻ കൊണ്ട് കൊടുക്കാം. ഇതല്ലാതെ ഇതിനെ എനിക്കൊന്നും ചെയ്യാനില്ല.
പഴയ നിയമത്തിലെ ആഖരോൻ അടങ്ങുന്ന ഒന്നാമത്തെ പുരോഹിതൻ മുതൽ അവസാന പുരോഹിതനാവുന്ന സഖരിയാവ് വരെ, അല്ലെങ്കിൽ സഖരിയാവിൻ്റെ മകനായ യോഹന്നാൻ വരെ ചെയ്തു ഇതാ കൈ കൊണ്ട് കൊടുക്കുന്നതിനെ കൊടുത്തിട്ട് പറഞ്ഞു, ദൈവം തന്നാലായി, അല്ലാതെ ഞങ്ങൾക്കൊന്നും തരാനില്ല. എന്നാൽ ഇവിടെ ഇതാ യേശു എന്ന പുരോഹിതൻ, യേശു എന്ന പുരോഹിതൻ നിങ്ങളുടെ കരം പിടിച്ചിട്ട് പറയുക, പെർഫെക്ഷനിലേക്കാണ് ഞാൻ നിങ്ങളെ നടത്തുന്നത്. കിട്ടുമോ എന്നല്ല, കിട്ടിയത് തരാനാണ് ഞാൻ വന്നിരിക്കും. കരം അടിച്ച് ഒന്ന് യേശുവോ വായിച്ചോ ആ വാക്യം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. യേശുവോ പുത്രനെങ്കിലും അതിനടിയില്ല പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങൾ തികഞ്ഞവനായി. അടുത്തത് തന്നെ അനുസരിക്കുന്ന ഏവർക്കും. ഒന്ന് പറഞ്ഞു, തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി. ഇങ്ങോട്ട് നോക്കി ഇത് പറഞ്ഞാൽ അവസാനിപ്പിക്കും. പുത്രനായ യേശു തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ ശ്രദ്ധിച്ചു കേട്ടോ. പുത്രനായ യേശു തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ പുരോഹിതൻ രക്ഷിക്കുമോ എന്നാണെങ്കിൽ ഇവിടെ ഇതാ പുതിയ നിയമത്തിലെ പുരോഹിതൻ, നിത്യ പുരോഹിതനായ യേശു. ഹല്ലേലൂയ. ഇന്ന് കൈ ചൂണ്ടിട്ട് പറയുക, രക്ഷിക്കാൻ പറ്റുമോ നോക്കാം എന്ന് പറഞ്ഞല്ല. ഹല്ലേലൂയ. ആ വാക്കിന് അടിവര ഇടണമേ, ആ വാക്കിന് അടിവര ഇടണമേ. 10-ാമത്തെ വാക്യം 9-ാമത്തെ വാക്യം വിട്ടുകളയല്ലേ. വായിച്ചു ഒന്നുകൂടെ വായിച്ചു. അത് യേശു പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങൾ അനുസരണം പഠിച്ച് തികഞ്ഞവനായി വിട. തന്നെ അനുസരിക്കുന്ന ഏവർക്കും ഉറക്കെ പറ, തന്നെ അനുസരിക്കുന്ന ഏവർക്കും, യേശുവിനെ അനുസരിക്കുന്ന ഏവർക്കും, യേശുവെന്ന് വിളിക്കുന്ന ഏവർക്കും, കർത്താവിനെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി. ഒന്ന് പറഞ്ഞു, നിത്യരക്ഷയുടെ. കരമുയർത്തി ഒന്ന് പറഞ്ഞു, എറ്റേണൽ സാൽവേഷൻ. ഹല്ലേലൂയ. എറ്റേണൽ സാൽവേഷന്റെ ഓദറായി യേശു അനുഭവിച്ച കഷ്ടങ്ങളാൽ തികഞ്ഞവനായി. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ കരം പിടിച്ചിരിക്കുന്ന ഈ പുരോഹിതൻ നിങ്ങൾ കൊടുത്തത് ദൈവത്തിന് മുമ്പേ കൊടുത്തിട്ട് കിട്ടുമോ നോക്കാം എന്ന് പറഞ്ഞ് വിളിച്ചവനല്ല, നിത്യരക്ഷയുടെ കാരണഭൂതനായവൻ. ഒന്ന് പറഞ്ഞു എന്നോട് ചേർന്ന്, നിത്യരക്ഷയുടെ കാരണഭൂതനായവൻ. യേശു വരുത്തിയ രക്ഷ ആണ്ടിലേക്കുള്ളതല്ല, യേശു വരുത്തിയ രക്ഷ ഒരാഴ്ചത്തേക്കുള്ളതല്ല, യേശു വരുത്തിയ രക്ഷ നിത്യരക്ഷയാണ്. Salvation is eternal. The God behind the salvation, He is eternal. That's why that salvation is eternal. നിത്യതയുടെ പുറകിലെ ദൈവമാണ് രക്ഷയുടെ പുറകിലെങ്കിൽ ആ ദൈവത്തിൽ നിന്ന് വന്ന രക്ഷ നിത്യമായ രക്ഷയാണ്. അതാ ഈ വാക്യത്തിൽ വായിക്കുന്നത്, നിത്യരക്ഷയുടെ കാരണഭൂതനായി യേശു മാറി. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു, നിത്യരക്ഷയുടെ കാരണഭൂതനായി യേശു മാറി. എങ്ങനെയാ? അനുഭവിച്ച കഷ്ടങ്ങളാൽ തികഞ്ഞവനായി. കരം രണ്ട് ഉയർത്തിക്കോ, യേശുവേന്ന് വിളിച്ചോ. ഇന്ന് ലോകരാജ്യങ്ങൾ എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾക്ക് പൗരോഹിത്യം ഇല്ലേ? നിങ്ങൾക്ക് ആ പൗരോഹിത്യം ഉള്ളേ, നിങ്ങൾക്ക് ആ പൗരോഹിത്യം ഉള്ളേ. അഹരോന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം നിങ്ങൾക്കില്ല. എന്നാൽ ജീവാരംഭവും ജീവാവസാനവും രേഖപ്പെടുത്താതെ എബ്രായ ക്രിസ്ത്യാനികൾക്ക് നല്ല പരിചയമുള്ള, അവരുടെ തിരുവെഴുത്തുകൾ അറിവുള്ള മൽക്കിസദേക്ക് എന്ന രാജാവും പുരോഹിതനുമായ പഴയ നിയമത്തിൻ്റെ ഒരു വ്യക്തിയെ എടുത്തു കാണിച്ചിട്ട് എബ്രായ ലേഖനകാരൻ വിശദീകരിക്കുക. ആ ക്രമത്തിൽ പുരോഹിതനായ ഒരു പുരോഹിതൻ നിങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. എന്തായിരുന്നു ഇവിടുത്തെ വിഷയം? ഒന്നുകൂടെ ഒരു മിനിറ്റ് കൂടെ ഒന്ന് കൈതാഴ്ത്തിയിട്ട് ഒന്ന് കണ്ണു തുറക്കാമോ? ഒറ്റ ഒരു മിനിറ്റ് കൂടെ ഒന്ന് ശ്രദ്ധിക്കാമോ? ഒരു കാര്യം കൂടെ ഇവിടെ നിന്ന് പറയട്ടെ. എബ്രായ ക്രിസ്ത്യാനികൾ കർത്താവിൻ്റെ കൃപയിലേക്ക് വന്നു. യേശു ദൈവമെന്ന് വിശ്വസിച്ച് ഒരു വലിയ സമൂഹം വേർതിരിഞ്ഞു. എബ്രായ മതത്തിൻ്റെ ആചാരങ്ങളിൽ നിന്ന് ഒരു വലിയ കൂട്ടം വേർതിരിഞ്ഞു. എന്തായിരുന്നു എബ്രായ മതത്തിൻ്റെ ആചാരം? എബ്രായ മതത്തിൻ്റെ ആചാരം പഴയ നിയമ യാഗങ്ങളും യാഗമർപ്പിക്കുന്ന പുരോഹിതനും എന്ന ക്രമമായിരുന്നു. അതിൽ നിന്ന് യേശുവിൻ്റെ നിത്യ പൗരോഹിത്യത്തിൻ്റെ കീഴിലേക്ക് ഒരു കൂട്ടർ മാറ്റപ്പെട്ടു. അങ്ങനെ മാറ്റപ്പെട്ടവരെ പുറകേ പോയി എബ്രായ മതത്തിലുള്ളവർ ചോദിച്ചു, നിങ്ങൾക്കൊരു പുരോഹിതനുണ്ടോ? നിങ്ങൾ എന്നാ കണ്ടിട്ടായി ഇറങ്ങി തിരിച്ചേക്കുന്നേ? ഇങ്ങനെയൊക്കെ പോയ എങ്ങനെയാ എന്ന് ചോദിച്ചപ്പോൾ അവിടെ അഹരോൻ എന്ന പൗരോഹിത്യത്തിൻ്റെ ആ പ്രത്യേക വസ്ത്ര സംവിധാനങ്ങളും ആ രീതികളും അവിടെ വിശദീകരിച്ചിട്ട് എബ്രായ ലേഖനകാരൻ ഇവിടെ എടുത്തു പറയുകയാണ്, യേശുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ കീഴിലേക്കാണ് നിങ്ങളും ഞാനും വന്നിരിക്കുന്നത്. പുതിയ നിയമസഭയെ നിങ്ങൾ വന്നിരിക്കുന്നത് യേശുവിൻ്റെ നിത്യ പൗരോഹിത്യത്തിൻ്റെ കീഴിലാണ്. ഈ പൗരോഹിത്യത്തിൻ്റെ ഗുണം എന്താണെന്നറിയാം? ഈ പൗരോഹിത്യം എന്നേക്കുമുള്ളതാണ്.
2, കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായ പുത്രനിലൂടെ പുറത്തു വന്നതാണിത്. 3, നീ എൻ്റെ പുത്രൻ എന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവൻ സ്വതവേ ഇവന് കൊടുത്ത പൗരോഹിത്യമാണിത്. 4, ഞാൻ ഈ 5-ാം അധ്യായത്തിൽ മാത്രമായി എന്ന് വിശദീകരിക്കുന്നു, വേറെ എവിടേക്കും ഞാൻ പോയി വിശദീകരിക്കുന്നില്ല. 4, ഫൈനലി നമ്മളിന്ന് പറഞ്ഞത് സദാകാലത്തേക്കും രക്ഷാപൂർത്തി, എറ്റേണൽ നിത്യരക്ഷ വരുത്താൻ നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായവനാണ് ഈ പുരോഹിതൻ. ഇങ്ങനെ ഒരു പുരോഹിതനാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. എന്നിട്ട് എബ്രായ ലേഖനകാരൻ പറയുക, ഇതിനെക്കുറിച്ച് വളരെ പറയാനുണ്ടായിരുന്നു, പക്ഷേ കേൾപ്പാൻ മാന്യമുള്ളവരാകയാൽ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ആരോ പറയുന്നു, ബ്രദറെ ഈ പൗരോഹിത്യം ഒന്നും കേട്ടിട്ട് കാര്യമില്ല, യേശു എന്ന പുരോഹിതന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, എൻ്റെ മുട്ടിനുവേനെ ഒന്ന് മാറ്റി തരികയാണ്, ഞാൻ പ്രാർത്ഥിച്ച് വീട്ടിൽ പോയേനെ. കടഭാരത്തിൻ്റെ കാര്യം ഒന്ന് പറയുമായിരുന്നെങ്കിൽ ഞാനൊന്ന് ചിരിച്ചേനെ, സന്തോഷിച്ചേനെ. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് തന്നെയായിരുന്നു അവിടുത്തെ അവസ്ഥ. എബ്രായ ലേഖനകാരൻ അവിടെ ലേഖനം എഴുതുമ്പോൾ പറയുക, ഇതിനെക്കുറിച്ച് വളരെ വായിച്ചോ, അത് വേണേൽ വായിച്ചങ്ങ് അവസാനിപ്പിച്ചു. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ടെങ്കിലും എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരാൻ വിഷമമാണ്. അതുകൊണ്ട് അധികം വിശദീകരിക്കുന്നില്ല. വിശദീകരിച്ചിടം വെച്ചോണ്ട് ഒറ്റ വാക്കിൽ ഇപ്പോൾ തന്നെ തുറന്നു പറയാം, നിങ്ങൾക്കൊരു പുരോഹിതനുണ്ട്. നിത്യപുരോഹിതൻ. ആ പുരോഹിതൻ നിങ്ങളുടെ നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്ന നിത്യപുരോഹിതനാണ്. ആ അവസാനത്തെ ആ വാക്യം പറ്റുമെങ്കിൽ അതൊന്ന് കാണാതെ എന്നോട് ചേർന്ന് എല്ലാവരും ഒന്ന് കരം ഉയർത്തിക്കൊണ്ട് തന്നെ ആ വാക്യം ഒന്ന് പറഞ്ഞു. ടി വിയിലൂടെ കാണുന്നവരായിക്കോട്ടെ, എവിടെ ഇരുന്ന് കാണുന്നവരായിക്കോട്ടെ, എന്നോട് ചേർന്ന് ആ വാക്യം ഒന്ന് ഉറക്കെ പറയാനായിട്ട് എത്ര പേര് തയ്യാറാകും? തന്നെ അനുസരിക്കുന്ന ഏവർക്കും. 9-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. തന്നെ അനുസരിക്കുന്ന ഏവർക്കും. ചേർന്ന് പറഞ്ഞു, തന്നെ അനുസരിക്കുന്ന ഏവർക്കും. ആ, നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്ന യേശു. ഒന്ന് എന്നോട് ചേർന്ന് പറഞ്ഞു, തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ. ഓ ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറഞ്ഞു, യേശുവേ അങ്ങേ അനുസരിച്ചപ്പോൾ, യേശു എന്ന പുരോഹിതന്റെ നിത്യ പൗരോഹിത്യത്തിന്റെ കീഴിലായപ്പോൾ നിത്യരക്ഷയ്ക്ക് അങ്ങ് കാരണഭൂതനായി തീർന്നതിനായിട്ട് നന്ദി. എനിക്ക് കിട്ടിയ രക്ഷ നിത്യരക്ഷയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുത്രന്റെ പെർഫെക്ഷനിലൂടെ പരിപൂർണനായി തീർന്ന പുത്രനിലൂടെ എനിക്ക് കിട്ടിയ രക്ഷയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായ ദൈവപുത്രനിലൂടെ എനിക്ക് കിട്ടിയ ഈ മഹാരക്ഷയ്ക്കായിട്ട് നന്ദി. ഹല്ലേലൂയ. ഓ, കരങ്ങളെ ഉയർത്തിക്കൊണ്ടൊന്ന് സ്തോത്രം ചെയ്യുക ദൈവമക്കളെ. യേശുവേ, യേശുവേ, യേശുവേ. എൻ്റെ പ്രിയമുള്ളവരെ, ആ കരങ്ങൾ താഴ്ത്തി ഇടുന്നതിന് മുമ്പ് ഇതുകൂടെ ഒന്ന് എന്നോട് ചേർന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് വീടുകളിൽ ഇരുന്ന് ടെലിവിഷനിലൂടെ ഇന്റർനെറ്റിലൂടെ ഈ ശുശ്രൂഷ വീക്ഷിക്കുന്നവരെ, നിങ്ങളൊരു വാഹനം ഓടിച്ചത് കേൾക്കുന്നതെങ്കിൽ ഈ സമയത്ത് ആ വാഹനങ്ങളെ നിർത്തിയിട്ട് പറ, എനിക്ക് കിട്ടിയ രക്ഷ തുമ്മിയാത്തെറിക്കുന്ന മൂക്കല്ല. ഹല്ലേലൂയ. എനിക്ക് കിട്ടിയ രക്ഷ, ഹല്ലേലൂയ, ഞാൻ എന്തോ ചെയ്ത് നേടിയതല്ല. എനിക്ക് കിട്ടിയ രക്ഷ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായ പുത്രനിൽ പിതാവ് പ്രസാദിച്ച് കൊടുത്തതാണ്. പുത്രൻ, ഹല്ലേലൂയ, നിലവിളിയോടെ, ഉറച്ച നിലവിളിയോടെ, കണ്ണുനീരോടെ, അഭയാചനയോടെ, ഓ ഹല്ലേലൂയ, പുത്രൻ പ്രവർത്തിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ ഈ രക്ഷയ്ക്ക് വേണ്ടി വില കൊടുത്തതല്ല, പുത്രൻ ഈ രക്ഷയ്ക്ക് വേണ്ടി വില കൊടുത്തതാ. പുത്രൻ കൊടുത്ത വിലയെ ഞാൻ വിശ്വസിച്ചപ്പോൾ ആ വിലയാൽ എനിക്ക് ഈ രക്ഷ സൗജന്യമായി ലഭിച്ചു. അപ്പോൾ ഈ നമ്മളിപ്പോൾ വായിച്ച് അവസാനിപ്പിച്ച 9, 10, 11, പ്രത്യേകിച്ച് അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ വിശ്വസിക്കുന്നവരെ നിത്യരക്ഷ കൊടുത്ത് അവരെ നിർത്താൻ കാരണഭൂതനായ യേശു മാറി എന്ന വാക്യം മെഡിറ്റേറ്റ് ചെയ്യുമ്പം കർത്താവ് പറഞ്ഞു, ഈ നിൽക്കുന്ന യേശുവിൻ്റെ മകനെ പിതാവിൻ്റെ നോട്ടത്തിൽ ഒരു കുറവും ചൂണ്ടിക്കാണിക്കാനില്ലാത്തവനായി, ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കാനില്ലാത്തവനായി നിത്യരക്ഷ. ഒന്ന് പറഞ്ഞ വാക്ക് നിത്യരക്ഷ. നിങ്ങൾ എത്ര പേര് അതിൻ്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ടായത് പറയാം? നിത്യരക്ഷ എന്നൊന്ന് പറഞ്ഞേ. നിത്യരക്ഷ കൊടുത്തിട്ട് ആ കൊടുത്ത നിത്യരക്ഷയിൽ ഈ മനുഷ്യനെ നിർത്തിയിരിക്കുക യേശു ക്രിസ്തു.
എന്നിട്ട് ഈ മനുഷ്യനെ നിർത്തിക്കൊണ്ട് ദൈവം ലോകത്തോടൊരു സന്ദേശം പറയുകയാണ്. ഇയാളെ കണ്ടോ? ഞാൻ ഇയാളെ നിർത്തിയിരിക്കുക. എന്തിനാ ഇയാളെ നിർത്തിയിരിക്കുന്നത്? എങ്ങനെ ഇയാളെ നിർത്തിയിരിക്കുന്നത്? ഞാൻ ആരാന്നറിയാൻ വേണ്ടിയാ. എങ്ങനെയാ നിർത്തിയിരിക്കുന്നത്? നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായ എന്നെ അനുസരിച്ച ഇവനെ ഭാഗികമായ രക്ഷ കൊടുത്തല്ല, അപൂർണമായ രക്ഷ കൊടുത്തിട്ടല്ല. രക്ഷയുടെ 25% പോക്കലിട്ട് തന്നു, ബാക്കി 70% ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്ന് പറഞ്ഞ് നിങ്ങളുടെ എൻ്റെ കയ്യിലും തന്നതല്ല കർത്താവിൻ്റെ രക്ഷ. കേട്ടവർക്കായി സ്തോത്രം. നിത്യരക്ഷ, എറ്റേണൽ. ഹി, ഇംഗ്ലീഷിലാണ് നിനക്ക് കറക്റ്റ്. ഹി ബിക്കെയിം പെർഫെക്റ്റ് through his suffering so that he can be the author of our eternal salvation. മനസ്സിലായി? ഒന്ന് പറഞ്ഞേ. യേശുക്രിസ്തു തികഞ്ഞവനായി തീർന്നു. ഇതാണ് അതിന്റെ അർത്ഥം. താൻ അനുഭവിച്ച കഷ്ടത്തിലൂടെ അനുസരണം പഠിച്ച് through his suffering he became perfect. താൻ അനുഭവിച്ച കഷ്ടത്തിലൂടെ താൻ അനുസരണം പഠിച്ചവനായി തികഞ്ഞവനായി തീർന്നു. So that അതുകൊണ്ട് he can lead us to the perfection. അതുകൊണ്ട് കർത്താവിന് എന്നെ പരിപൂർണനാക്കാൻ സാധിക്കും, തികഞ്ഞവനാക്കാൻ സാധിക്കും. Through his suffering he became the author of the eternal salvation. താൻ അനുഭവിച്ച കഷ്ട നിമിഷം യേശുക്രിസ്തു എന്റെ രക്ഷയുടെ കാരണഭൂതനായി തീർന്നു. നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഇന്ന് when I obey his name, യേശുവിന്റെ നാമത്തെ ഞാൻ അനുസരിക്കുമ്പോൾ, യേശു പറഞ്ഞത് ഞാൻ അനുസരിക്കുമ്പോൾ, simply, freely I am receiving eternal salvation without any cost, just by believing in him. Amen. ഇന്ന് ഞാൻ യേശുവിനെ അനുസരിക്കുമ്പോൾ, യേശുവിനെ ഞാൻ വിശ്വസിക്കുമ്പോൾ, യേശുവെ എന്ന് വിളിക്കുമ്പോൾ, ആ തികഞ്ഞ രക്ഷ, ആ നിത്യമായ രക്ഷയ്ക്ക് ഞാൻ അർഹനായി തീരുക. അതെന്റെ സ്വന്തമായി തീർന്നു കഴിഞ്ഞു. You are not paying anything for that. ഞാൻ അതിനുവേണ്ടി ഒന്നും നൽകുന്നില്ല. He paid. കർത്താവ് അതിനുവേണ്ടി എല്ലാം കൊടുത്തു കഴിഞ്ഞു. That is his last word. It is finished. The payment is over. അതായിരുന്നു കർത്താവിന്റെ അവസാനത്തെ ആ വചനം, എല്ലാം നിവൃത്തിയായിരിക്കുന്നുവെന്ന്. Payment is done. It is finished. എല്ലാ വിലയും കൊടുത്ത്, fully paid. മൊത്തമായിട്ട് കൊടുത്തു, മുഴുവനായിട്ട്. Fully paid. It's overpaid. അധികമായിട്ട് കൊടുത്തു. It's overpaid. അധികമായിട്ട് കൊടുത്തു. കൊടുത്തു തീർത്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ 100 രൂപ കൊടുക്കാനുണ്ട്, 100 രൂപ കൊടുത്തു തീർത്തുന്ന. പക്ഷെ ഓവർ പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്നാന്നറിയോ? എക്സ്ട്രാ കൊടുത്തു. 100 കൊടുക്കേണ്ടത് 1000 കൊടുത്തുന്ന. ഇതാ യേശു ചെയ്തേക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 100 കൊടുത്താൽ നാളെ കടം മേടിക്കാൻ സാധ്യതയുണ്ട്. ഹലോ, 100 കൊടുത്താൽ നാളെ കടം മേടിക്കാൻ, കേൾക്കുന്നുണ്ടോ? 100 കൊടുത്താൽ നാളെ കടം മേടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ 1000 കൊടുത്താലോ, 1 കോടി കൊടുത്താലോ, ഇനി ആവശ്യം വരുമ്പോഴൊക്കെ അങ്ങോട്ട് ചെന്നാൽ മതി. കടമായിട്ടല്ല തരുന്നത്, പിന്നെ എന്തായിട്ട് തരുന്നത്? കൊടുത്തതിൽ നിന്നാ തരുന്നത്. ഇതാ യേശു ചെയ്തത്. ക്രോസിൽ നടന്നത് പേയ്മെന്റ് അല്ല, ഓവർ പേയ്മെന്റ്. എത്ര പേര് വിശ്വസിക്കുന്നു? ഓ അല്ല, ഇന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ, മീറ്റിംഗ് കഴിയുമ്പം, ഓ എന്നാ മീറ്റിംഗ് ആയിരുന്നു ഇന്നത്തെ, എന്നാ ബ്രദർ ഇന്നത്തെ മീറ്റിംഗ്, ഞാനൊന്നും അല്ലെന്ന് മനസ്സിലായി. ഒഴിഞ്ഞവനായിട്ടല്ല ഇവിടെ നിന്ന് വിട്ട് ഇറങ്ങിപ്പോണ്ടേ. ഇന്ന് ഈ മീറ്റിംഗ് കഴിയുമ്പം തികഞ്ഞവനായ യേശുവിൽ തികഞ്ഞവനായിട്ട് ആ നെഞ്ചത്തോട്ട് കൈവച്ചിട്ട് ഉറക്കെ പറഞ്ഞു, എനിക്കൊരു പുരോഹിതനുണ്ട്, എന്നേക്കും പുരോഹിതനായ നിത്യരക്ഷയുടെ കാരണഭൂതനായ യേശു എന്ന പുരോഹിതൻ. മടിക്കരുത്. ആധരം തുറന്നത് പറയാൻ തയ്യാറായിക്കോ. പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവർ ഇപ്പോൾ തയ്യാറായിക്കോ. നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. എനിക്കൊരു രോഗസൗഖ്യം ഇപ്പോൾ ആവശ്യമുണ്ടെന്ന് പറയുന്നവർ അക്കരങ്ങളെ ഒന്ന് ഉയർത്തിക്കാട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. എൻ്റെ യേശുവേ, ഈ ഉയർത്തിയ കരങ്ങളെ പ്രത്യേകിച്ച് ടെലിവിഷനിൽ ഞങ്ങളെ വീക്ഷിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ദൈവിക സൗഖ്യം ഈ വചനത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ തന്നെ വ്യാപരിച്ചിറങ്ങട്ടെ. അനുഭവിച്ച കഷ്ടങ്ങളാൽ തികഞ്ഞവനായ ദൈവപുത്രനിലൂടെ ഞങ്ങൾക്കൊരുക്കിയ ഈ മഹാരക്ഷയുടെ മഹത്വം ഓരോ ശരീരങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. എനിക്കറിയാം കർത്താവേ, പുത്രനായിട്ടും കൂടെ അനുഭവിച്ച കഷ്ടങ്ങളാൽ തികഞ്ഞവനായി ഞങ്ങൾക്ക് നിത്യരക്ഷ ഒരുക്കാൻ ക്രൂശിൽ കയറി മരിച്ച് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ ആ വലിയ വിലയ്ക്കായിട്ട് നന്ദി കർത്താവേ. ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അസാധാരണമായ ഒരു ദൈവശക്തി എൻ്റെ മക്കളുടെ മേൽ വ്യാപരിച്ചിറങ്ങട്ടെ. എനിക്കറിയാം ഈ മിനിറ്റിൽ യേശുവിൻ്റെ നാമത്തിൽ
പ്രത്യേകിച്ച് രോഗികളായി കരമുയർത്തി ഓരോ സ്ഥലങ്ങളിൽ നിൽക്കുന്ന ലക്ഷക്കണക്കാണ് ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്റർനെറ്റിലൂടെ ഇത് കേൾക്കുമ്പോൾ രോഗമുള്ളിടത്ത് കൈകൾ വെച്ചിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടെലിവിഷനിലൂടെ കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സൗഖ്യത്തെ സ്വീകരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൃശ്ശൂർ ടൗൺ ഹാളിൽ ഇന്ന് ഉയർത്തിയ കരങ്ങളുമായി അത്ഭുതത്തെ സ്വീകരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഈ സമയത്ത് തന്നെ പ്രാർത്ഥിക്കുന്നു. നിത്യരക്ഷയുടെ കാരണഭൂതനായ സത്യരക്ഷിതാവായ യേശുവേ, അവിടുത്തെ മഹാരക്ഷയുടെ മഹത്വം ഓരോ വീടുകളിലേക്കും ഇറങ്ങട്ടെ. അത്ഭുതകരമായി നിന്റെ മക്കൾ സൗഖ്യമാവട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. എന്നതായിരുന്നു ഇതിന് കുഴപ്പം? ഈ സൈഡിൽ പൊട്ടി പുറത്തേക്ക് നിൽക്കുകയായിരുന്നു. ഓഹോ, എത്ര വർഷമായിരുന്നു ഇങ്ങനെ പുറത്തോട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്? 2 കൊല്ലം. യേശുവേ, കർത്താവേ, ഈ വീട്ടിൽ നിന്ന് മാനസിക രോഗത്തിന്റെ ശക്തികൾ ഇറങ്ങിപ്പോവുക. യേശുവിന്റെ അധികാരമുള്ള നാമം. ഇന്ന് നിങ്ങളുടെ അസ്ഥി സൗഖ്യമാവുക മാത്രമല്ല സർ. ഇനിയുണ്ട് ഒരാള് കൈയുടെ ഈ സ്പോട്ടിന് വേണ്ടി ആരാ പ്രാർത്ഥിക്കുന്നത്? ഈ ചേരുന്ന സ്പോട്ടിന് വേണ്ടി ആരാ പ്രാർത്ഥിക്കുന്നത്? ഓടിവാ മോനെ, ഓടിവാ. 2 വർഷമായി തള്ളി നിൽക്കുന്ന ഇതിനോട് കടുപ്പിക്കുന്നു. ഈ നിമിഷം യേശുവിന്റെ ശക്തിയാണ് ആ തള്ളി നിൽക്കുന്ന അപ്രത്യക്ഷമാണ്. ആ അസ്ഥി സൗഖ്യമാകും. ജീവൻ ജീവൻ ജീവൻ. കാണുക, ഈ വീട്ടിൽ തകർച്ച ഉണ്ടാക്കിയ പിശാച് പോയി ശരീരത്തിൽ നിന്ന് ഇളകും. ഈ കുടുംബം മുടിച്ച പിശാച് പോയി ശരീരത്തിൽ നിന്ന് ഇളകും. നിങ്ങൾ കണ്ടോണം. ശക്തി ഇറങ്ങട്ടെ. പോണ്ട, വിട്ടേക്കാം. ഇറങ്ങ. ഒരാളുടെ ഈ കയ്യിലൊന്ന് പിടിച്ചവനെ തെറിക്കും. കാല് വേണമെങ്കിൽ ഒന്ന് ബ്ലോക്ക് ചെയ്തു പ്രാർത്ഥിക്കാൻ പോവുക. ഈ മനുഷ്യനെ കർത്താവ് ഉടുവിക്കുക. ഇവരുടെ വീട്ടിൽ നിന്ന് രക്ഷ വരികയാണ്. ഈ വീട്ടിൽ നിന്ന് രക്ഷ വരികയാണ്. കരങ്ങളെ അടിച്ചൊന്ന് യേശുവിനെ മാത്രം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും യേശു തന്ന അധികാരത്താൽ ഇപ്പോൾ തന്നെ ഞാൻ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ ശരീരം വിട്ട് പോകുക. കരങ്ങളെ അടിച്ചൊന്ന് യേശുവിനെ മാത്രം. എഴുന്നേൽപ്പിച്ചോ മോനെ, എഴുന്നേൽപ്പിച്ചോ. സഹോദര, യേശു നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. ഇനി നോക്കിക്കേ, 3 വർഷമായിട്ട് തള്ളി നിന്ന ഇപ്പൊ തള്ളി നിപ്പുണ്ടോ നോക്കിക്കേ. മടക്കി പിടിച്ച്. നിങ്ങളൊന്ന് കണ്ടേ പ്രിയരെ. കരങ്ങളെ അടിച്ചൊന്ന് യേശുവേ. എത്ര ക്ലിയർ ആയിരുന്നു അത്. ആരാ ഇതിനെ എടുത്തു മാറ്റിയേ? ദൈവം തന്നെ. ദൈവത്തിന് കഴിയുള്ളൂ. എനിക്കറിയാം, നന്നായി അറിയാം. TV കാണാറുണ്ട് പരിപാടി. ഇന്നും കണ്ടു. രാവിലെ അങ്ങനെ കയ്യിന്റെ സൂര്യത്തോളം കളിച്ചിരിക്കുന്ന കണ്ടു ഞാൻ. കരങ്ങളെ അടിച്ചൊന്ന് യേശുവിനെ മേൽ അടിക്കുക. Touch of Jesus. Touch of Jesus. Touch of Jesus. Oh, യേശു തൊടുന്നു. ഹല്ലേലൂയ. പിടിച്ചോണം. അടുത്ത വരുന്ന ഈ മകനെ എവിടെ പോയാലും നിൽക്കാൻ പറ്റാതെ ചുറ്റിക്കെട്ടിട്ടിരിക്കുക. പക്ഷെ യേശു എന്നിവനെ അഴിച്ചു സ്വതന്ത്രമാക്കുകയാണ്. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിനെ മാത്രം കൊടുക്കുക. നല്ലതായിട്ട് കണ്ടേ, നിങ്ങളത് കണ്ടേ, അത് വെളിപ്പെടുന്നൊന്ന് കണ്ടേ. ഉറക്കെ പിടിച്ചോണേ.
തെറിക്കും. ഇളകുകാതെ 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 ഇറങ്ങി വാ, ഇറങ്ങി വാ, ഇള വിട്ട് ഇറങ്ങി വാ. അഗ്നി ഇറങ്ങട്ടെ, പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങട്ടെ. ആമേൻ. ഓ, രണ്ടുപേരൊന്നും അയാളെ പൊക്കി പിടിച്ചവനെ ഒന്നുകൂടെ പൊക്കി പിടിച്ച് ഒന്നുകൂടെ പ്രാർത്ഥിക്കണം. അയാളുടെ മകൻ പിടിച്ചോണെ, മുറുകെ പിടിച്ചോണെ, പുറകോട്ട് പോകാതെ പിടിച്ചോണെ. കംപ്ലീറ്റ് സാത്താന്യ അടിമത്തങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ മകൻ സ്വതന്ത്രനാവട്ടെ. ആമേൻ. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിനെ മാത്രം. നന്ദി യേശുവേ. സന്തോഷത്തോടെ പോകാൻ യേശു നിന്നെ വിടുവിച്ചിരിക്കുന്നു. സോര വരിക. എന്നെ പേര് ബേബി. നിങ്ങൾ അവിടെ നിന്നപ്പോ ഞാൻ കണ്ടു കർത്താവിന്റെ കരം. ഞാൻ ഈ തൊടുന്നെടുത്ത് ഇവിടെ ഇവിടെ ഈ സൈഡില് 3, ഈ സെന്ററില്, ലെഫ്റ്റ് സൈഡില്, റൈറ്റ് സൈഡില്, ഇവിടെ 3ഇടത്തും യേശുവിന്റെ സ്പർശനം നടക്കുന്നത് നിങ്ങൾ അവിടെ നിന്നപ്പോൾ ഞാൻ കണ്ടു. ബേബി, ബ്രദർ ബേബി, വിശ്വസിച്ചോ? യേശു നിന്നെ തൊടുകയാണ്. കർത്താവിന്റെ സ്പർശനം നിന്റെ മേൽ വരികയാണ്. ഉയർത്തെഴുന്നേറ്റ യേശുവേ. ഓ, ഈ മകന്റെ ഉദരത്തിനകത്ത് എന്തോ ഒരു വലിയ ക്രിയ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. ഓ ജീസസ്, അതിപ്പോ അനുഭവപ്പെടാൻ പറ്റും നിങ്ങൾക്ക്? അതിപ്പോ അനുഭവപ്പെടാൻ പറ്റും നിങ്ങൾക്ക്? യേശുവേ എന്ന് വിളിച്ചോ, മടി കൂടാതെ വിളിച്ചോ, മടി കൂടാതെ വിളിച്ചോ. ബേബിയെ ഞാൻ ആദ്യമായിട്ട് കാണുക അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മീറ്റിങ്ങിന് വന്നിട്ടുണ്ട് എൻ്റെ ഓർമ്മയില്. ബാനർജി ക്ലബിൽ മീറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. ബേബി, നിങ്ങൾ ഇവിടെ നിൽക്കുമ്പം യേശുവിനെ ഈ സ്പോട്ടിൽ തൊടുന്ന കാണുന്നു. ഇവിടെ എന്നാ പ്രശ്നം? അവിടേക്ക് കൈവച്ചു. ഇപ്പൊ തന്നെ യേശുവേ എന്ന് വിളിച്ചു. ഉള്ളീന്നൊരു വിളി വിളിച്ചു. ഓ, ഈ മനുഷ്യന്റെ ചരിത്രത്തെ യേശു ഒന്ന് മാറ്റുകയാണ്. എല്ലാവരും ഒന്ന് കൈകളെ ഈ മനുഷ്യന് നേരെ ഒന്ന് നീട്ടിക്കാട്ടെ, ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഈ മകന്റെ മേൽ വലിയ ഒരു ദൈവകൃപ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. കർത്താവ് ഈ മകനെ തൊടുന്നത് കണ്ടു. ചരിത്രത്തെ മാറ്റിമറിക്കുന്ന കണ്ടു. പുതിയ അധ്യായത്തെ ഈ മകന് വേണ്ടി കർത്താവ് തുടക്കുന്നത് ഞാൻ കണ്ടു. ഓ, എല്ലാരും കൂടെ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചോ. ഒരു വലിയ അഭിഷേകം ഈ മനുഷ്യന്റെ മേൽ ഇപ്പോൾ തന്നെ വന്ന് വീഴട്ടെ. ഇയാള് മാത്രമല്ല, ഇന്ന് യേശുവേ എന്ന് ആരൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വിളിക്കുന്നു അവരെ എല്ലാം വിടുവിക്കുന്ന കരവുമായിട്ട് യേശു ഇവിടെ വന്നിരിക്കുക. ദൈവം നമ്മോട് കൂടെ. സംശയിക്കണ്ട, കർത്താവാ വിളിക്കുന്നേ. ആദ്യമായിട്ടാണോ ഇന്ന് വരുന്നേ? ആദ്യമായിട്ട് വരുന്നത്. എവിടുന്നാ വരുന്നേ? കൽപ്പറ്റ. വയനാട്ടിൽ നിന്ന് വരിക മീറ്റിംഗ് കൂടാൻ വേണ്ടി. അതെ, തൃശ്ശൂരെ മീറ്റിംഗ് കൂടാൻ വേണ്ടി വയനാട്ടിൽ നിന്ന് വരികയാണ്. മകനെ, നിങ്ങൾ ഇവിടെ നിന്നപ്പം യേശുവിനോട് പറഞ്ഞു, തലയുടെ ഇടത്തെ സൈഡിൽ ഈ സ്പോട്ടിൽ ഇവിടുന്ന് ഇങ്ങനെ ഞാനൊരു വൃത്തം വരച്ചാൽ മനസ്സിലാവും. ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ഇമാനു? ഉണ്ട് ഉണ്ട് ഉണ്ട്. 11-ലധികം വർഷമായി ഇതുകൊണ്ട് കക്ഷായിക്കുക അല്ലേ? യേശു എന്ന് വിടുവിക്കുകയാണ്. കണ്ണു തുടങ്ങി കരയരുത്. കർത്താവിൻ്റെ മുമ്പിലാണ്, കർത്താവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇപ്പം ഇന്നിവിടെ വെച്ച് ജീവിതത്തിൽ ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കണ്ടിട്ടില്ല. ഇന്നാണ് ആദ്യമായിട്ട് ജീവിതത്തിൽ നിങ്ങളെ കാണുന്നത്. പക്ഷെ ഇവിടെ നിന്നപ്പം നിങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് യേശു പറഞ്ഞു, ഞാൻ ആ ഞരമ്പിനെ ഇന്ന് തൊടുകയാണ്, ആ തലയിൽ നിന്ന് സൗഖ്യമാക്കുക. ഡിപ്രസ്ഡ് ആകേണ്ടവനല്ല നീ, കീഴ്പ്പെടുത്തി മുമ്പോട്ട് പോകേണ്ടവനാ. അടിമപ്പെടേണ്ടിയവനല്ല നീ, അടിമയാക്കേണ്ടിയവനാ നീ. കീഴടങ്ങേണ്ടിയവനല്ല നീ, കീഴടക്കേണ്ടിയവനാ നീ. ഇന്ന് ഞാൻ ഈ വാക്ക് നിന്നോട് പറയുന്ന സമയത്ത് 4 തകർച്ചകൾ കഴിഞ്ഞ 1.5 വർഷത്തിനകത്ത് ജീവിതത്തിൽ സംഭവിച്ച് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടാ നീ ഇവിടെ നിൽക്കുന്നേ. പക്ഷേ ഇതാ ഒരു ദൈവശക്തി നിനക്ക് വേണ്ടി പുറത്തു വരുന്നു.
പ്രതീക്ഷ നഷ്ടപ്പെട്ട സ്ഥലത്ത് പ്രതീക്ഷയ്ക്ക് വകയുണ്ടാക്കുന്ന ഒരു അഭിഷേകം ഇയാൾക്ക് വേണ്ടി അടിക്കുന്നു. ദാണ്ട അഴിഞ്ഞു പോകുന്നു. ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ. ഇമ്മാനുവേലിനെ വിട്ടുപോകും. എല്ലാരും കണ്ടോണം. ഇപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് ബാധ ഒടിഞ്ഞു പോകും. ഇനി മേലാൽ ഈ മനുഷ്യൻ അടിമയല്ലെന്ന് മാത്രമല്ല, പലതിനെ അടിമപ്പെടുത്തുന്നവനായി കർത്താവ് ഈ മകനെ തീർക്കുന്നു. സ്വീകരിച്ചോ ആ ദൈവമഹത്വത്തെ? ഇമ്മാനുവേലെ സ്വീകരിച്ചോ? അത് സ്വീകരിച്ചോ? അത് കർത്താവ് തൊടുന്നു, തൊടുന്നു. യേശു സ്പർശനം സ്വീകരിക്കുക, സ്വീകരിക്കുക. യേശുവേ, 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 യേശുവേ. ദാ പോണു. വിട്ടുപോ, 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 വിട്ടുപോ. അടിമ ചങ്ങല യേശു പൊട്ടിച്ചു കളയുകയാണ്. വിട്ടുപോ, വിട്ടുപോ. യഥാർത്ഥ രക്ഷിപ്പിന്റെ മഹത്വം ഈ മകന്റെ മേൽ അടിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇയാളെ രക്ഷപ്പെടട്ടെ. കരങ്ങളെ അടിച്ചുകൊണ്ടുവന്ന യേശുവിന് മാത്രം. ആമേൻ. ഹല്ലേലൂയ. ഇമ്മാനുവേലേ, ചുരം കയറുന്നത്, വയനാട്ടിലേക്കുള്ള ചുരം തിരിച്ചു കയറുന്നത് പുതിയ മനുഷ്യനായിട്ടാ കേട്ടോ. ആമേൻ. ഇന്ന് യേശു ചരിത്രം മാറ്റിയിരിക്കുക. കർത്താവ് ഇന്ന് ചരിത്രം മാറ്റിയിരിക്കുക. ഇനി ഒരു പ്രാവശ്യം കൂടെ പോലും ഈ പ്രയാസം കൊണ്ട് നിങ്ങൾ അടിമപ്പെടുകയില്ല. യേശുവേ സ്തുതി, യേശുവേ നന്ദി. തകർന്നല്ലേ? മടുത്തു. 1.5 വർഷത്തിനകത്ത് 4 തകർച്ചകളിലൂടെ ഈ മനുഷ്യൻ കടന്നുപോയെന്ന് കർത്താവ് പറഞ്ഞു അല്ലേ? എന്നിട്ട് യേശു പറഞ്ഞു, ഇന്ന് യേശുവേ എന്ന് വിളിച്ചപ്പോൾ ആ ചരിത്രമേ മാറിയിരിക്കുക. ഇമ്മാനുവേലേ, ദൈവം നിന്നോട് കൂടെ. സന്തോഷത്തോടെ പോകാൻ